ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും എന്ന് പറയുന്നത് പോലെ നമുക്ക് പ്രിയപ്പെട്ട ചിലർ വരുമ്പോൾ നമുക്ക് ആമുഖവും ഒന്ന് മാറ്റി പിടിക്കേണ്ടി വരും. ഷാജി പാപ്പന്റെ എല്ലാ പ്രേക്ഷകർക്കും ബിഹൈൻഡ് ദ സീൻസ് ദ പോഡ്കാസ്റ്റ് സീരീസിലേക്ക് സ്വാഗതം. ചേട്ടാ, അല്ല ഈ ആക്ച്വലി ഷാജി പാപ്പൻ ഞങ്ങളുടെയാ. അതെ അത് നിങ്ങളുടെ ആവുന്നെങ്കിൽ അതെനിക്ക് അതെ അതാ മനസ്സിലായില്ല. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് പാരലലി ഒരു എന്റർടൈൻമെന്റ് ഒരു പ്ലാറ്റ്ഫോമും കൂടി ഉണ്ട്. അതിന്റെ പേര് ആക്ച്വലി ഷാജി പാപ്പൻ അല്ല എന്നാണ്. അതെനിക്കറിയാം. അതൊരു പല നിങ്ങളെ കാണുമ്പോൾ ചോദിക്കണമെന്ന് ചോദിച്ചു. അതെങ്ങനെ നിങ്ങളുടെ ആവുന്നത്? ഷാജി പാപ്പൻ ഞങ്ങളുടെ അല്ലേ? അതെ, നമ്മൾ അതിന് കടമെടുത്താണ്, അതിന് ഇൻസ്പയർഡ് എടുത്തതാണ്. അപ്പം ആക്ച്വലി മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഉം. തുടക്കം എന്ന് പറയുന്നത് ഷാജി പാപ്പനിലായിരുന്നു. ഒരു 5-6 വർഷങ്ങൾക്ക് മുന്നേ ഷാജി പാപ്പനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഓ പിന്നെയാണ് അങ്ങനെ. മൈൽ സ്റ്റോൺ മേക്കേഴ്സിലോട്ട് നമ്മൾ വരുന്നത്. ഓക്കെ അപ്പോൾ ഓക്കെ. അങ്ങനെ ഒരു ബന്ധവും കൂടി നമ്മൾ അപ്പൊ തമ്മിലുണ്ട്. കൃത്യമായിട്ട് 2015 തുടങ്ങിയത്. അല്ലല്ല, ഒരു 5-6 വർഷമേ ആവുന്നുള്ളൂ ഷാജി പാപ്പൻ എന്ന് പറഞ്ഞിട്ട് ചാനൽ ആട് തുടങ്ങിയിട്ട്. ടൂവിന്റെ അതെ സമയത്തായിരിക്കും. അതെ അതെ ഓക്കെ അതെ അതെ ഓക്കെ. അതെ. നൈസ്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്റേഴ്സ്, ഓരോ ക്യാരക്ടർ പോസ്റ്റേഴ്സും കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടി ആ ഒരു ചൂടോടെയാണ് ഈ ഇന്റർവ്യൂ ആക്ച്വലി വന്നിരിക്കുന്നത്. ചൂടോടെ വന്നിരിക്കുന്നത്. ഇപ്പൊ ദാ അതെ. 5 മണിക്ക് ഞാൻ പോസ്റ്റർ ഷെയർ ചെയ്തിട്ട് ഉം. നേരെ അവിടെ നിന്ന് കയറി വരുന്നത്. അത് ആക്ച്വലി ആ. ഇത് ഡെസ്റ്റിനി അല്ലെങ്കിൽ ആട് റിലേറ്റഡ് ആയിട്ടുള്ള ഉം. എൻ്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. അതെ അത് ഷാജി പാപ്പനിലൂടെയാണ്. അതെ അല്ലേ? അതെ അത് അതെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതെ അതെ അതെ. ഇതിപ്പോ നമ്മള് 2015 ആ. ആട് ഫസ്റ്റ് ഇറങ്ങുന്നു. അത് എന്താ പറയാ, നമ്മൾ പ്രതീക്ഷിച്ച ഒരു വിജയം അത് ആക്ച്വലി നമ്മുടെ ടി വിയിലോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ DVD ഒക്കെ കണ്ടതിന് ശേഷമാണ് ആൾക്കാർ അത് അംഗീകരിച്ചത്. അത് കഴിഞ്ഞ് 2017 സെക്കൻഡ് പാർട്ട് വരുന്നു, അത് നല്ലൊരു ഹിറ്റ് ആവുന്നു, ഹ്യൂജ് ഹിറ്റ് ആവുന്നു. ഇപ്പോൾ 2026 ഏകദേശം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തേർഡ് പാർട്ട് വരുമ്പോൾ ഈ ട്രെയിലർ അല്ലെങ്കിൽ ടീസർ കണ്ടിട്ട് ആൾക്കാർ പറയുന്നത് ഫസ്റ്റ് പാർട്ടോ സെക്കൻഡ് പാർട്ടോട്ട് യാതൊരു ബന്ധമില്ല, വേറൊരു ലെവൽ പടം അല്ല എന്നുള്ളത്. ബന്ധമുണ്ട്. ഇത് ആ. ഫ്രാഞ്ചൈസി അല്ലേ? നമ്മൾ ഉം. എവിടെ നിന്ന് നമ്മൾ നിർത്തിയോ ഉം. അവിടെ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. ആ ആ ആ. ആ തെറ്റിദ്ധാരണ വേണ്ട. ഓക്കെ. നമ്മളിപ്പോ ലാസ്റ്റ് ആട് ടൂവില് ഉം. നമ്മള് ഷാജി പാപ്പനും ടീമിനും $1 മില്യൺ അതെ കിട്ടി. അതെ. അത് എന്തു ചെയ്തു? അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത്. തുടങ്ങുന്നത്. സ്ട്രേറ്റ് കണ്ടിന്യൂഷൻ തന്നെയാണ്. ആ ആ ആ. പിന്നെ ഓരോ സിനിമയ്ക്കും ഒരു കഥ വേണമല്ലോ. ഉം. ആ കഥയാണ് ഉം. ഇത്. അപ്പൊ അതിലോട്ട് കുറച്ചും കൂടെ ലാർജർ സ്കെയിലാണ്. ഉം. ഉം. കുറച്ചും കൂടെ ക്രേസി തോട്ടാണ്. ഉം. ഉം. ആട് എന്ന് പറയുന്നത് തന്നെ ഒരു ക്രേസി തോട്ടാണ്. അതെ അല്ലേ? തീർച്ചയായും. അതെ അത് അതെ 1 ആണെങ്കിലും 2 ആണെങ്കിലും അതെ. അത് ഒരു അതിൽ ഇറ്റ്സ് ഈവൻ മോർ ക്രേസിയർ ആ. എന്ന് വേണമെങ്കിൽ പറയാം. ഒരു എപ്പിക് Okay. ഫാന്റസി ജോണറിലുള്ളതാണ് സിനിമ. ഇപ്പൊ നിങ്ങൾ ഈ ഫസ്റ്റ് ലുക്കിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. ഉം. ഉം. 2-3 ടൈം ലൈൻസ് ഉണ്ട് ഇതില്. അതെ അത് അതെ നമുക്ക് ഇനി റിവീൽ ചെയ്തിരിക്കാൻ പറ്റത്തില്ല. കാരണം അത് ഡെഫിനറ്റ്ലി ട്രെയിലർ വരുമ്പോൾ വന്നപ്പോ അത് മനസ്സിലായിട്ടുണ്ട്. കൂടുതൽ രജിസ്റ്റർ ചെയ്യും. ഉം. ഇപ്പൊ ഈ പോസ്റ്റർ ഇന്ന് ഷെയർ ചെയ്യുമ്പോൾ പലരും പല കമന്റ്സ് ഉം. വായിക്കുന്നതിനിടയ്ക്ക് അയ്യോ നമ്മുടെ പാപ്പൻ എന്തി, അയ്യോ നമ്മുടെ അബു എന്തി, എന്താ നമ്മുടെ ഷമീറിന് എന്ത് പറ്റി, ഡൂഡ് എവിടെ ഉം. എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഉം. വരുന്നുണ്ട്. ഉം. 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 പക്ഷെ ആ ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. കാരണം നമ്മൾ ഓൾറെഡി ലൊക്കേഷനിൽ നിന്നും ഉം. അവരുടെ ലുക്ക് ചേഞ്ച് നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. ഇട്ടിട്ടുണ്ട്. അതെ അതെ അപ്പം അതെ. വാട്ട് ഈസ് ദിസ് എന്ന് നമ്മൾ പിന്നെ 3 ടൈം ലൈൻസിലാണ് ഈ കഥ എന്നുള്ളതും നമ്മൾ ഇൻഡയറക്ട്ലി നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പൊ ആദ്യം തന്നെ വ്യത്യസ്തമായ ഉം. ഒരു ലുക്ക് നമ്മൾ പാസ്റ്റ് ടൈം ലൈനിൽ നിന്ന് കൊടുത്തതേ ഉള്ളൂ. ഉം. ഉം. അപ്പം ആട് ഫാൻസിന് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. കാരണം പാപ്പനും ഡൂഡും ഷമീറും എല്ലാരും ഉണ്ട്. എല്ലാവരും അവിടെ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ സൂപ്പർ. ബട്ട് ദർ ഇസ് അനദർ ടൈം ലൈൻ ഓൾസോ. ദാറ്റ്സ് ദ അതാണ് ഇതിലിപ്പോൾ എന്താണ് വെറൈറ്റി എന്താ അല്ലെങ്കിൽ ഡിഫറൻസ്. ഒരു ചേഞ്ച് വേണം എന്ന് പറഞ്ഞ് ചേഞ്ച് കൊടുക്കുമ്പോഴത്തേക്ക് ചേഞ്ച് വേണ്ടെന്ന് പറയുകയാണ്. ഓക്കെ, അടിപൊളി. അപ്പോഴേ നമ്മൾ ഈ പല കാലഘട്ടം ഇപ്പൊ പറഞ്ഞു 3 ടൈം ലൈൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ വേറെ കാലഘട്ടം അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പിക്ചറൈസ് ചെയ്യുമ്പോൾ ആ കാലഘട്ടം രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയ പരിപാടിയല്ല, അല്ല. കുറച്ച് ടാസ്ക് ആണ്. അപ്പോ അത് എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞങ്ങള് ഇത്രയും ഞാൻ എൻ്റെ ഇത് 24ാമത്തെ സിനിമയാണ്. 24ാമത്തെ സിനിമയിൽ ഞാൻ അനുഭവിച്ചത് ഐ മീൻ ഇറ്റ്സ് ബേസിക്കലി ഇതിനു വേണ്ടി ഒരു ബുക്ക് എഴുതാനുള്ള കഥയുണ്ട്. കാരണം നമ്മൾ 10 മാസത്തോളം നമ്മൾ ഇതിന്റെ പ്രൊഡക്ഷന് വേണ്ടി പ്രീ പ്രൊഡക്ഷൻ 1 വർഷത്തോളം എടുത്തു. സോ ഓൾമോസ്റ്റ് 2 years ഓഫ് എഫേർട്ടാണ് ആട് 3 എന്ന് പറയുന്നത്. ഇത്രയും എഫേർട്ട് ഞാനൊരു എൻ്റെ 5 പടം ചെയ്യേണ്ട ഒരു എഫേർട്ട് ഈ ഒരു പടത്തിൽ എടുത്തിട്ടുണ്ട്. സോ വി ഗോട്ട് അഫക്റ്റഡ് ബൈ റെയിൻസ്. അപ്പോൾ ഈ പഴയ കാലഘട്ടം ഇപ്പം ചോദ്യം തന്നെ അതിൽ തന്നെ മനസ്സിലാവും നമുക്ക്. ഹ്യൂജ് സെറ്റ്സ്, ഭയങ്കര
ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റ്, ഒരുപാട് പ്രോപ്പർട്ടീസ്, അങ്ങനെ ഒരു വലിയ മെഗാ സെറ്റപ്പിലാണ് പരിപാടി തുടങ്ങിയത്. നമ്മൾ ആക്ച്വലി മഴ പ്ലാനിങ് ഉണ്ടായിരുന്നു, മഴ വരും എന്ന് നമുക്കറിയാം. പക്ഷെ മഴ ഇപ്രാവശ്യം നമ്മൾ പ്രതീക്ഷയിൽ നേരത്തെ വന്നു. ഇപ്രാവശ്യം മെയ്യിൽ മഴ വന്നത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഒന്ന് രണ്ട് വട്ടം ചില സെറ്റുകൾ മഴയിൽ ഒലിച്ചു പോവുകയും വീണ്ടും അത് കൺസ്ട്രക്ട് ചെയ്യണം. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരു 5 ഷെഡ്യൂളിലായിട്ടാണ് ചെയ്യേണ്ടി വന്നത്. കാരണം മഴ തീരും എന്ന് വിചാരിച്ചിരുന്നിട്ട് പല ലൊക്കേഷനുകൾ, ഇപ്പം പാലക്കാടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചില ഏരിയകളിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഡാം തുറക്കും. ഡാം തുറന്നു കഴിഞ്ഞാൽ അത് ഇതായി മാറും, അത് വാട്ടർ ബോഡിയായി മാറും, അല്ലെങ്കിൽ അത് ഗ്രൗണ്ടാണ്. അപ്പൊ ആ ഗ്രൗണ്ടിൽ നമ്മൾ നോക്കി നിൽക്കുക തന്നെ നമ്മുടെ സെറ്റ് ഒലിച്ചു പോകുന്ന കാണുന്നുണ്ട്. ഡാം തുറന്നു, ഡാം തുറക്കലെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ പിന്നെയും അപ്പം ആ ലൊക്കേഷൻ രജിസ്റ്റർ ആയി പോയിട്ടുണ്ട്. പിന്നെ അത് വറ്റണം. അങ്ങനെ ആദ്യം ഷൂട്ട് ചെയ്ത ചില പോർഷൻസ് ഒക്കെ, അതിന്റെ പകുതി പോർഷൻസ് ഒക്കെ ലാസ്റ്റ് ആണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ലുക്ക് ചേഞ്ച്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ്. പിന്നെ ഈ സമയം നീണ്ടു പോകുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻസിലേക്ക് വരും. കാരണം പല ആക്ടേഴ്സിന്റെ ഡേറ്റ്സ്, നമ്മൾ 6 മാസം ആണ് ആദ്യം മിക്കവാറും ആർട്ടിസ്റ്റിനോട് പറഞ്ഞിരുന്നത്. അതൊക്കെ 7-8 വരെയൊക്കെ ഓക്കെയാണ്. അത് കഴിഞ്ഞ് 10 ആകുമ്പോഴത്തേക്ക് പല നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം വേറെ പ്രോജക്ട്സും അവർ വെച്ച് പ്ലാൻ ചെയ്തിട്ടുള്ളതാണ്, അവരും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ ലോട്ട് ഓഫ് ഒരുപാട് പ്രോബ്ലംസിലൂടെ പോയി. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഐ തിങ്ക് വി സർവൈവ്. റിസൾട്ട് ഇനി വരണം. നമ്മളെല്ലാരും ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഈ പടം ഇനി എന്താണ് ഇനി പറയാൻ പോകുന്നത്, അതിന്റെ ബാക്കി എങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഈ ടൈം ലൈനിന്റെ കേസ് പറഞ്ഞു, നമ്മൾ 3 ടൈം ലൈൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ആ ഒരു ടൈം ലൈനിൽ പോകുമ്പോൾ ഒരു ടൈം ട്രാവലിംഗിന്റെ ആവശ്യം എന്തായാലും അത് ഞാൻ പറയില്ല, എന്നെ പറയാൻ നോക്കുകയാണ്, ആരും പറയില്ല. അത് പലരും അത് അസ്യൂം ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല. പക്ഷെ അത് അവിടെ നിൽക്കട്ടെ, ആ ഒരു ഫാക്ടർ അവിടെ നിൽക്കട്ടെ. നമ്മള് പറയാനുള്ളത് ഇത് 3 ടൈം ലൈൻസിൽ നടക്കുന്ന കഥയാണ്. ഓക്കെ. അപ്പൊ ഈ ഒരു ചേഞ്ച് നമുക്ക് ഫസ്റ്റ് നിന്നും സെക്കൻഡിൽ നിന്നും ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണല്ലോ. ഓഫ് കോഴ്സ് അതിന്റെ സ്കെയിൽ, അതിന്റെ വൈബ്, അല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ്, ഇതെല്ലാം ടോട്ടലി ഡിഫറൻസ്. കാലം മാറിയില്ലേ, കാലം മാറുന്നതനുസരിച്ച് നമ്മൾ മാറണം അല്ലേ. 2017 മുതൽ 2026 നമ്മൾ എത്തി നിൽക്കുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ വ്യൂവർ പാറ്റേണിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് ഭയങ്കര ഡ്രാസ്റ്റിക് ആണ്. ബിക്കോസ് പാൻഡമിക് വന്ന്, ഇതിന്റെ ഇടയ്ക്ക് പാൻഡമിക് വരികയും ആ പാൻഡമിക്കിൽ OTTയുടെ ഒരു റെവല്യൂഷൻ അല്ലെങ്കിൽ ബൂം എന്ന് പറയുന്നത്. അപ്പം ഒരു നോർമൽ ഫാമിലി, ഒരു ഹൗസ് ഹോൾഡ് പോലും, അല്ലെങ്കിൽ ഒരു ചെറിയ ടൗണിലുള്ള ഒരു ഹൗസ് ഹോൾഡ് പോലും ഒരു ഇന്റർനാഷണൽ കണ്ടന്റിലേക്ക് എക്സ്പോസ് ആയിരിക്കുന്ന കാലവും നമ്മൾ കടന്നു. ഇപ്പം അവര് ഇന്റർനാഷണൽ സിനിമകൾ, ഇപ്പം കോവിഡ് പാൻഡമിക്കിന്റെ സമയത്ത് തന്നെ ഒരുപാട് ഇന്റർനാഷണൽ സിനിമകളുടെ ഡബിങ് പല ചാനലുകളിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ OTTയിലെ റൂൾ പ്രകാരം ഏത് ഭാഷയിലെ സിനിമകൾ അവരിടുമ്പോഴും അത് മലയാളത്തിൽ കാണാനുള്ള അവസരം കൂടെ ഉണ്ട് അല്ലേ. അപ്പം ഒരുപാട് വെറൈറ്റി കണ്ടന്റ്, അല്ലെങ്കിൽ ഒരുപാട് തോട്ട്സും ഒക്കെ അതിൽ നമ്മുടെ ഓഡിയൻസ് എക്സ്പോസ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ പഴയ സാധനം തന്നെ വീണ്ടും നമ്മൾ, അല്ലെങ്കിൽ ആടിലെ ഹ്യൂമറിന് പോലും നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും. നമ്മൾ അവിടെ ഒരു ഡെഫിനറ്റ്ലി ഒരു വളരെ കൊച്ചുകുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തെ ഹ്യൂമർ, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഹ്യൂമറുകളിൽ പോലും ചേഞ്ച് വന്നു. ആ ചേഞ്ചിനെ നമ്മള് കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ചത്താപ്പച്ച കാണാൻ പോയി. ഓക്കെ, ആ ചത്താപ്പച്ചയില് ഞാൻ ചില വാക്കുകൾക്ക് കുട്ടികളിരുന്ന് ചിരിക്കുന്ന കാണുമ്പോ എനിക്കത് മനസ്സിലാവുന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാണ്. അപ്പം അതിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട പല കാര്യങ്ങൾ. ഇപ്പം നമ്മൾ മാക്സിമം ഞാൻ എൻ്റെ മകനിൽ നിന്നോ അവൻ്റെ കൂട്ടുകാരിൽ നിന്നോ അവർ സംസാരിക്കുന്ന ഭാഷ ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ചില അപ്ഡേഷൻസ് മാക്സിമം നമ്മൾ പഴയ ഹ്യൂമറിൽ നിന്നും മാറി
എന്നാൽ അത് ഓഡിയൻസ് ഉണ്ട്, അത് ഇഷ്ടപ്പെടുന്ന ആ ഇന്നസെന്റ് ഹ്യൂമർ ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസ് ഉണ്ട്. അപ്പൊ കുറെയൊക്കെ നിലനിർത്തിയും കുറെയൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് മിഥുൻ അത് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, സൂപ്പർ. ഈ കാലഘട്ടം രജിസ്റ്റർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇവരുടെ ലുക്സും രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതും വേറൊരു ടാസ്ക് അല്ലേ? എങ്ങനെയായിരുന്നു ആ ഒരു പ്രൊസീജിയർ, അതായത് ഇവരുടെ ലുക്ക് ടെസ്റ്റും? സോ നമ്മൾ എല്ലാവർക്കും കൃത്യമായ ലുക്കുകൾ നമ്മൾ ഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. മിഥുൻ ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ ഒരു വർഷത്തോളം ഉണ്ടായിരുന്നു. സോ കൃത്യമായ ലുക്കുകൾ എല്ലാവർക്കും നമ്മൾ വരയ്ക്കുകയും അവർക്ക് അത് കൊടുക്കുകയും അതനുസരിച്ചിട്ടുള്ള ഹെയർ ഇപ്പം അതും പ്ലാൻ ചെയ്തിട്ടാണ് ഇതിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പഴയ കാലഘട്ടമാണ് ആദ്യം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് അത് ഏകദേശം ഓഗസ്റ്റ് എൻഡ് സെപ്റ്റംബർ ബിഗിനിങ് വരെ നമ്മൾ പഴയ കാലഘട്ടമാണ് ഷൂട്ട് ചെയ്തത്. അതിനുശേഷമാണ് പുതിയ കാലഘട്ടത്തിൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ 4 മാസമാണ് പുതിയ കാലഘട്ടത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പം പുതിയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുള്ള ആടും അതിലെ ക്യാരക്ടേഴ്സിനെ. അപ്പം സോ അത് കംപ്ലീറ്റ് പിന്നെ അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് എല്ലാം കൃത്യമായി. ഈ ബ്രേക്ക് ആക്ച്വലി ഇറ്റ് വാസ് എ വെൽക്കം ബ്രേക്ക് ഓൾസോ. നമ്മൾ ഈ പല ബ്രേക്കുകൾ വന്നിട്ടുള്ളത് കാരണം നമുക്കത് എഡിറ്റ് ചെയ്ത് നോക്കി എന്തെങ്കിലും ബാലൻസ് ഉണ്ടോ എന്നൊക്കെയുള്ള നോക്കി ചെയ്തൊരു നല്ല കാര്യമല്ല. കാരണം നമ്മളൊരു ബ്രേക്ക് എടുക്കുമ്പോൾ തന്നെ അത് പിന്നെ അത് റീയുണൈറ്റ് ചെയ്യാന്ന് പറയുന്നത് അത്ര ഇറ്റ്സ് എ ബിഗ് ടാസ്ക്. അപ്പം അതിന് കോസ്റ്റും അതിനകത്ത് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് VFX CG ഉള്ള ഒരു സിനിമയാണ്. അപ്പൊ അതിന്റെ വർക്കും പാരലി തീർക്കാന്നുള്ളത്. പിന്നെ ഒരുപാട് ഈ ടൈം ഇപ്പൊ നമുക്ക് ഈ റിലീസ് എന്ന് പറയുന്നതാണ് ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. അപ്പം കണ്ടന്റ് ഇസ് കിങ്, ഡിസ്ട്രിബ്യൂഷൻ ഇസ് കിങ്ഡം എന്നാണ്. അപ്പൊ ഈ റിലീസ് ഡേറ്റ് എന്ന് പറയുന്ന മലയാളത്തിൽ ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം തന്നെ 6-7 മാസത്തോളം മഴ പെയ്തിട്ടുണ്ട് അല്ലേ? 7 മാസത്തോളം മഴ പെയ്യുമ്പോൾ പല സിനിമകൾ ഇപ്പൊ നമ്മുടെ സിനിമ സ്റ്റക്കാവും. ഇത് ആട് 3 എന്ന് പറയുന്നത് ക്രിസ്മസിന് റിലീസ് ചെയ്യാനിരുന്ന സിനിമയാണ്. അങ്ങനെ ക്രിസ്മസിന് റിലീസ് ചെയ്യാനിരുന്ന സിനിമകൾ പലതും ഉണ്ട്. അത് നമ്മളെ അഫക്ട് ചെയ്യപ്പെട്ട പോലെ തന്നെ പല സിനിമകളും അഫക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഷൂട്ട് മോറോലെസ് ഈ സമയത്താണ്, ഈ മഴ കഴിഞ്ഞ സമയത്താണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന മലയാളത്തിൽ ഉണ്ടാകുന്ന ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ഇറങ്ങുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് മലയാളത്തിൽ 3-4 സീസണുകളല്ലേ ഉള്ളൂ. ഒന്നിൽ ഇപ്പൊ ഈ പറയുന്ന പോലെ ഈദ്, ഈസ്റ്റർ, വിഷു എന്ന് പറയുന്ന ആ ഒരു ഒരുമിച്ച് വരുന്ന ഒരു സീസൺ. അതിന്റെ കൂടെ തന്നെ സ്കൂൾ ഹോളിഡേയ്സ് വരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഓണമാണ്. ഓണം കഴിഞ്ഞാൽ പിന്നെ ആ ഒക്ടോബറിൽ മഴയില്ലാത്ത ഒരു സീസൺ എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അപ്പൊ അവിടെ ഒരു സീസൺ ഉണ്ടായിരുന്നു പണ്ട്. പിന്നെ ഇപ്പൊ നേരെ ക്രിസ്മസിലേക്കാണ്. അപ്പൊ എല്ലാവർക്കും ഈ അവധി സമയങ്ങൾ ആണ് വേണ്ടത്. ഈ സ്കൂൾ അവധി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സിനിമകൾ ഇറങ്ങുന്ന സമയമാണ്. അപ്പൊ അവിടെ എപ്പോഴും ആ സ്ലോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഇടി എപ്പോഴും നടക്കും. അപ്പൊ നമുക്കൊരു ഡേറ്റ് നമ്മളെല്ലാരും കൂടെ കഴിവതും കൂടി ആലോചിച്ചിട്ട് ഓക്കെ ക്ലാഷ് വേണ്ട എല്ലാവർക്കും. അപ്പം ഓരോരുത്തർക്കും ഓരോ ഡേറ്റ്. വലിയ സിനിമകൾ നമ്മൾ പോയി സംസാരിച്ച് അണ്ണാ നിങ്ങളെന്ന് ഇറങ്ങുന്നത്, ചേട്ടാ നിങ്ങളെങ്ങനെ ഇറങ്ങുന്നത്. നമുക്ക് പല സിനിമകളോട് നമ്മൾ ചോദിച്ചു നോക്കി എന്നാ പിന്നെ ഞങ്ങൾ ഇവിടെ ഇറങ്ങിക്കോട്ടെ, നിങ്ങൾ ഇവിടെ ആയിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മൾ ഇറങ്ങും. അപ്പൊ നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ നമ്മൾ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇത് മൊത്തം കൂടെ ചക്ക കുഴയും. അതുകൊണ്ട് ആ സ്ട്രെസ്സിലൂടെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കും. ഇത് ഇറക്കണമല്ലോ. ആ തീരുമാനമായി. പക്ഷെ ഇപ്പോഴത്തെ നമുക്ക് ഇപ്പൊ സെൻസർ എന്ന് പറഞ്ഞൊരു കടമയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആസ് പെർ ലോ നമ്മളൊരു ഡേറ്റ് വെച്ചിട്ട് ഒരിക്കലും സെൻസറിലേക്ക് പോകാൻ പാടില്ല. നമ്മുടെ മനസ്സിൽ ടെൻറ്റേറ്റീവായിട്ട് നമ്മളൊരു പ്ലാൻ ഉണ്ടെങ്കിലും അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളിനി അത് ഫിലിം തീർത്ത് സെൻസറിലേക്ക് നമുക്കിപ്പം 10-24 സിനിമകൾ ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതിൽ അങ്ങനെ ഒരു മേജർ കട്ട്സോ അങ്ങനെയൊന്നും വരാൻ ഉള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്. നമുക്ക് അറിയാം ആസ് പെർ ലോ എന്തൊക്കെയാണ് പാടില്ല എന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് അറിയാം ഓക്കെ ഈ ഡേറ്റിൽ വരും. എന്നാലും നമ്മളത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന ഡേറ്റിൽ ഇറക്കണം എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് ഓക്കെ, ജയേട്ടനുമായിട്ട് നമുക്ക് മൾട്ടിപ്പിൾ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. താങ്കൾ പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങളിലൊക്കെ അദ്ദേഹം വന്നിട്ടുണ്ട്. ഇപ്പോൾ എടുത്തു പറയാനുള്ളത് നമ്മുടെ സുജാത, അതെ അതെ അതെ, ആട് 1, ആട് 2, ആട് 3, തൃശ്ശൂർ പൂരം, സൂഫിയും സുജാതയും, പിന്നെ ഒരുപാട് സിനിമകൾ. സൂഫി സുജാതയൊക്കെ ആക്ച്വലി ഒരു മൈൽ സ്റ്റോൺ ആണ് മലയാളം സിനിമയിൽ അല്ലെ. ആദ്യമായിട്ട് OTTക്ക് വേണ്ടി റിലീസ് ആവുന്ന ഒരു പടം മലയാളത്തിൽ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ ഈ നമ്മുടെ പാൻഡമിക് അല്ലെങ്കിൽ ഹൗസ് അറസ്റ്റ് എന്നൊക്കെ പറയാലോ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. OTTയിലാണെങ്കിലും നമുക്കൊരു മലയാളം
അതൊരു ഒരു ഒരു വല്ലാത്തൊരു മൂടുള്ള ഒരു പടമായിരുന്നു. ഞാൻ എപ്പോഴെങ്കിലും താങ്കളെ കാണുമ്പോൾ ആക്ച്വലി അത് അതിന്റെ ഡെസ്റ്റിനി OTT-ൽ ഇറങ്ങുക എന്നുള്ളതായിരുന്നു. അത് നമ്മളൊരു ആ സ്റ്റോറി കേട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ കമ്മിറ്റ് ചെയ്തൊരു സിനിമയാണ്. ആക്ച്വലി 5 വർഷത്തോളം ആ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ആ കഥ കേട്ട് അത് ആക്ച്വലി ഷാനവാസ് അത് എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ അത് എനിക്ക് അഭിനയിക്കാൻ വേണ്ടി വന്ന് പറഞ്ഞൊരു സിനിമയാണ്. അപ്പം ചെറിയൊരു റിയലിസ്റ്റിക് രീതിയിൽ ഇത് ഞാൻ ഷൂട്ട് ചെയ്യാൻ വെച്ചിരുന്ന ഒരു സിനിമയാണ്. പക്ഷെ ആ സ്റ്റോറി കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് നമുക്ക് ചെയ്യാം, ഒരു കറക്റ്റായിട്ട് സുജാത വരട്ടെ എന്ന് പറഞ്ഞ് ഇരുന്നിരുന്ന് അതിന്റെ ഡെസ്റ്റിനി ഇങ്ങനെയായിരുന്നു. എനിക്ക് തോന്നുന്നത് അത് OTT-ൽ ഇറങ്ങിയത് കൊണ്ടായിരിക്കണം അത് ഇത്രയും ജനങ്ങൾ സ്വീകരിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ ടൈമിംഗ് കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. അതൊരു സ്ലോ പേസിൽ പോകുന്ന സിനിമയാണ്. ചിലപ്പോൾ അതൊരു തിയേറ്ററിക്കൽ റിലീസ് ആയിരുന്നുവെങ്കിൽ അതിന് ഇത്രയും വലിയൊരു സ്വീകാര്യത കിട്ടുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ അത് എന്തായാലും ഞാൻ ചെയ്തേനെ. പക്ഷെ അത് അതിന്റെ ഡെസ്റ്റിനി അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ചരിത്രത്തിന്റെ ഭാഗമായി മാറി. ആദ്യമായിട്ട് OTT-യിലൂടെ റിലീസ് ചെയ്യപ്പെട്ട സിനിമ അത് ഷാനവാസ് എന്ന് പറഞ്ഞ ഷാനവാസ് അത് റിലീസ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരു 4-5 മാസം കഴിയുമ്പോൾ നമ്മളെ വിട്ടുപോയി. അപ്പം അത് ഒരുപാട് വേദനകളും ഒരുപാട് ഓർമ്മകളും ഉള്ള ഒരു സിനിമയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതുപോലുള്ള സിനിമയിൽ പോലും സ്ക്രീൻ സ്പേസ് കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിൽ പോലും ജയേട്ട വന്ന് സഹകരിച്ചിട്ടുണ്ട്, കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. താങ്കൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ജയസൂര്യ അതിനകത്ത് അഭിനയിച്ചത് ആ സിനിമയെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദം അത് നിങ്ങളുടെ സിനിമയെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം അത് സഹായിക്കുന്നുണ്ടെന്നാണ് ഞങ്ങളൊരു ഡെഫിനറ്റ്ലി ബിക്കോസ് വേവ് ലെങ്ത് മാച്ച് ആവും എന്ന് പറയും. നമ്മളൊരു ഇപ്പം ജയനെ വിളിച്ചിട്ട് ഡിയർ വല്ല പുതിയതോടെ കേട്ടോ എന്ന് ചോദിക്കും. ഞാനൊരു സാധനം കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ പുള്ളിക്ക് അറിയാം, പുള്ളിയുടെ ആ ഒരു വേവ് ലെങ്ത് എനിക്കറിയാം, പുള്ളിക്ക് എന്ത് ടൈപ്പ് സിനിമകളാണ്. അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ പുള്ളിക്ക് പിന്നെ അത് അടുത്ത അരമണിക്കൂറിൽ കേട്ടേ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ ഉണ്ട്, ഇപ്പോൾ ഞാൻ നാളെ വരാം, അല്ലെ ഇപ്പൊ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ ഒരു ബോണ്ടിങ് ഞങ്ങൾ തമ്മിലുണ്ട്. ബിക്കോസ് ചില തോട്ട്സ് സിമിലർ ആണ്. അപ്പൊ ഇപ്പം ഈ ഞാൻ പറഞ്ഞില്ലേ ആട് 1 എന്ന് പറയുന്ന ഒരു സിനിമ നമ്മളത് പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാവർക്കും ആ തോട്ട് മനസ്സിലാവണമെന്നില്ല. ഞങ്ങൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഞാൻ ഇതിനോട് പറയണത് നമുക്ക് ജയന്റെ വീട്ടിൽ പോയിട്ട് കഥ പറയാം. അത് പുള്ളിക്ക് കണക്ട് ആവുന്നു എന്നുള്ളത് നമ്മുടെ എല്ലാവരും ചിന്തിക്കുന്ന രീതി ഒന്നാണ് എന്നുള്ളത് കൊണ്ടാണ്. അത് ഇപ്പം ഇത്രയും വലിയൊരു ഫ്രാഞ്ചൈസി ആയി അത് മാറും എന്ന് പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ അന്ന് അത് ചെയ്യുന്നത്. അപ്പം ആ ഒരു ബോണ്ടിങ് നമ്മൾ തമ്മിലുണ്ട്. എന്ന് വെച്ച് ഞങ്ങളിപ്പോൾ ഡെയിലി കാണുന്ന സുഹൃത്തുക്കളോ അങ്ങനെയൊന്നുമല്ല. വി ഹാവ് എ വെരി സ്ട്രോങ് ബോണ്ടിങ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ബോണ്ടിങ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മളൊരു കഥ പറയുമ്പോൾ അതിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ അത് വിട്ടു തരാറുണ്ട്. ലൈക്ക് ഡിയറിന് ഓക്കെ അല്ലേ, just leave it to me എന്ന് പറയാറുണ്ട് ഞാൻ. അപ്പം അത് പുള്ളി ട്രസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോ ഇപ്പൊ ആട് 3 വന്ന് നിൽക്കുകയാണ്. ഓക്കെ, ഇതില് ജയൻ എന്തുമാത്രം പ്രിപ്പയർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? കാരണം നമ്മൾ ഇത് ഈ ഹ്യൂമർ അത്യാവശ്യം ഈ മലയാള ഇൻഡസ്ട്രിയിലെ അത്യാവശ്യം നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആക്ടേഴ്സിൽ ഒരാളാണ്. അത് നല്ല കൗണ്ടർ ഞാൻ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്യും. സ്ക്രിപ്റ്റ് വായിച്ച ഒരു 200 പേജുള്ള ഒരു ബുക്കുമായിട്ടാണ് പുള്ളി വരാറ്. ഓരോ സീനിനും പുള്ളി എഴുതിക്കൊണ്ട് വരും. ഇതും പലതും വേണ്ട ചേട്ടാ നമുക്ക് അടുത്ത പടത്തിൽ എടുക്കാം അങ്ങനെയൊക്കെ. അവിടെ ഭയങ്കര ആർഗ്യുമെന്റാ. മിഥുനും ചിലപ്പോ ജയൻ ജയിക്കാറുണ്ട്, ചിലപ്പോ മിഥുൻ ജയിക്കാറുണ്ട്, ചിലപ്പോ ഞാൻ ജയിക്കാറുണ്ട്. അപ്പൊ ഓരോ സീൻ കഴിയുമ്പോഴും വമ്പൻ ആർഗ്യുമെന്റ്. അപ്പം ഇപ്രാവശ്യം മിഥുൻ വളരെ പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നത്. അതായത് ജെൻസിക്ക് ഇഷ്ടമല്ലാത്ത കോമഡികൾ ഞാൻ എടുക്കില്ല എന്നുള്ള ജെൻസി ആയിട്ട് റെഫറൻസ് വല്ലതും ഉണ്ടായിരുന്നു? ആരെങ്കിലും പോയിട്ട് പുതിയ ആൾക്കാരെ? ഇല്ലില്ല. നമ്മള് എന്നാലും ഞങ്ങള് ആദ്യമേ പറഞ്ഞു ഇതൊരു സാധാരണക്കാരന് കൂടെ കണക്ട് ആവേണ്ട പടമാണ്, ജെൻസിക്ക് മാത്രമല്ല. ഇപ്പൊ ആടിന്റെ ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത് യങ്സ്റ്റേഴ്സ് മാത്രമല്ല, വൈഡർ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ആട് 1 ഇറങ്ങുമ്പോൾ 15 വയസ്സുണ്ടായിരുന്ന ആൾക്ക് ഇന്ന് 25 വയസ്സായി. അന്ന് 25 വയസ്സായിരുന്ന ആൾക്ക് 35 അല്ലേ? അപ്പൊ അന്ന് കൂടെ അവര് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പം അന്ന് 40 വയസ്സുണ്ടായിരുന്ന ആൾക്ക് ഇന്ന് 50 വയസ്സാണ് അല്ലേ? അപ്പം എന്നാൽ അന്ന് 5 വയസ്സുണ്ടായിരുന്ന ഒരു കുട്ടി ആട് 1 കണ്ടിട്ടുണ്ടോ
എന്നറിയില്ല. എന്നറിയില്ല. അവർക്കിന്ന് 15 വയസ്സാണ്. അതെ അപ്പൊ അപ്പൊ നമുക്ക് എല്ലാ ഓഡിയൻസിനെയും കേറ്റർ ചെയ്യണം. അവര് ഇപ്പൊ പോയിട്ടായിരിക്കും ചിലപ്പോ ആട് 1 ആട് 2 കാണുക. അപ്പൊ അവർക്ക് അത് കണക്ട് ആയാൽ ഇത് ഇറക്കാം. അപ്പം നമ്മളൊരു ബാലൻസിങ് ആക്ട് അവർക്ക് കണക്ട് ആയില്ലോ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ നമ്മളൊരു ബാലൻസിങ് ആക്ട് ഇതിനകത്ത് വെക്കേണ്ടിയിരിക്കുന്നു. ഈ ആട് 1ഉം 2ഉം കാണാത്ത ഒരാൾക്ക് ഫ്രഷ് ആയിട്ട് വന്ന് 3 കാണുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് വർക്കാവും, ഡെഫിനറ്റ്ലി വർക്കാവും. കാരണം പക്ഷെ അത് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുക ആ ക്യാരക്ടേഴ്സിന്റെ ഒരു അവരുടെ സ്വഭാവം എന്താണെന്നും, അപ്പം പാപ്പന് നടുവേദന ഉണ്ടെന്നുള്ളത്, പിന്നെ ക്ലീറ്റസിന് എങ്ങനെയാണ് വട്ടായതെന്നുള്ളത്, ഇടയ്ക്ക് കിളി വരും ഇടയ്ക്ക് കിളി പോവും എന്നുള്ളത് മനസ്സിലാക്കിയാൽ കുറച്ചും കൂടെ എൻജോയ് ചെയ്യാം. പിന്നെ കൈപ്പുഴ കുഞ്ഞപ്പനും മറ്റേ ഈ പുള്ളിയായിട്ടുള്ള ബന്ധം, ഇവിടെ അബുവായിട്ടുള്ള ബന്ധം എന്താണെന്ന് അറിഞ്ഞാലല്ലേ കൈപ്പുഴ കുഞ്ഞപ്പനെ പിന്നെ കാണുമ്പോൾ ഉള്ള. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങള് ആട് 1ഉം ആട് 2ഉം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ നമ്മുടെ ഡൂഡു മലേഷ്യ നിന്ന് ഇവിടെ സ്റ്റക്കായിരിക്കുകയാണെന്നുള്ളത്, അല്ലെങ്കിൽ കോട്ടിട്ട് എന്തിനാ പുള്ളി പോയിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ മനസ്സിലാക്കിയാൽ ആസ് എ സ്റ്റോറി ഡെഫിനറ്റ്ലി ഒരാൾക്ക് എൻ്റർ ചെയ്ത് കാണാൻ പറ്റും. ഇതേ ചോദ്യം ഇപ്പം മലയാള സിനിമ കഴിഞ്ഞ ഒരു 6-7 വർഷത്തിനുള്ളിൽ ഒരു പാൻ ഇന്ത്യൻ ഇൻഡസ്ട്രി ആയി മാറിയിട്ടുണ്ട്. അതും ഒരുപാട് നോൺ മലയാളി ഓഡിയൻസ് OTTയുടെ വരവോടുകൂടി മലയാള സിനിമ കണ്ടിന്യൂസ് ആയിട്ട്, ഐ മീൻ റിലീസിന് നമ്മൾ കാണുന്ന മലയാളികൾ കാണുന്ന പോലെ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, തിയേറ്ററിൽ പോയി കാണുന്നത്. അപ്പൊ ആ ഓഡിയൻസിനെയും കൂടെ നമ്മൾ കയ്യിലെടുക്കണം എന്നുള്ളത് കൊണ്ട് അവർക്ക് ഇപ്പൊ നമ്മുടെ ട്രെയിലർ വരുമ്പോൾ വാട്ട് ഇസ് ദിസ് എന്ന് ചോദിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ഐ നോ ഫോർ എ ഫാക്ട് ദാറ്റ് ഇപ്പൊ നമ്മള് ഈ ആട് 2 ഒരു ചരിത്രം കൂടുണ്ട്. അതായത് മലയാളത്തിൽ ആർക്കും അറിയുന്നുണ്ട്, മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒരു OTT പ്ലാറ്റ്ഫോം എടുത്ത മലയാള പടം ആടാണ്. ആട് 2 ആണ്. OTT നെറ്റ്ഫ്ലിക്സ് ഇവിടെ ലോഞ്ച് ഐ മീൻ ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ആട് 2 ഞാൻ സെൽ ചെയ്യുമ്പോൾ അതിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് ഞാൻ കീപ്പ് ചെയ്യുകയുണ്ടായി. അത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഇത് ഉണ്ടായത്. അത് നെഗോസിയേഷന്റെ ഭാഗമായിട്ട് ഞാൻ കീപ്പ് ചെയ്തതാണ്. ഇവിടെ OTT പ്ലാറ്റ്ഫോം ഫ്യൂച്ചറിൽ അത് വരും എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ നെറ്റ്ഫ്ലിക്സ് US-ഉമായിട്ട് ഇമെയിലിലൂടെ ബന്ധപ്പെടുകയും ഇങ്ങനെ ഒരു പടം, അപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്ത ഒരു കൊലീഗാണെന്ന് നെറ്റ്ഫ്ലിക്സ് അവിടെ ഹെഡ് ചെയ്യുന്നത്. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങളിങ്ങനെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഐ സെഡ് കെൻ യു പ്ലീസ് ലുക്ക് ഇൻ ടു ദിസ് എന്ന് പറഞ്ഞ് ഞാൻ എല്ലാ കാര്യങ്ങളും അയച്ചു കൊടുത്തു. അതിന്റെ ബോക്സ് ഓഫീസ് റിപ്പോർട്ട്സ് അയച്ചു കൊടുത്തു. ലൈക്ക് ഇറ്റ്സ് എ ഹ്യൂജ് സക്സസ്. സോ അങ്ങനെ അവരുമായിട്ട് അവിടെ US-ഉമായിട്ടാണ് എഗ്രിമെന്റ്. എനിക്കത് പ്രോബബ്ലി ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്, ബട്ട് പ്രോബബ്ലി ആട് 2 ഇസ് ദ ഫസ്റ്റ് ഫിലിം ദാറ്റ് നെറ്റ്ഫ്ലിക്സ് എവർ ബോട്ട് ഇൻ ഇന്ത്യ, മലയാളത്തിൽ. അപ്പൊ ആ സിനിമ 3 വർഷത്തേക്കാണ് കൊടുത്തത്. അപ്പൊ അതിന്റെ റൈറ്റ്സ് ഇപ്പം നമ്മുടെ ഇതിലേക്ക് തിരിച്ചു വന്നു. അതിപ്പം ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാന് കഴിഞ്ഞ കൊല്ലം ഈ ആട് അനൗൺസ് ചെയ്ത സമയത്ത് ഇത് യൂട്യൂബില് HD ഇട്ടു. ഈ അനൗൺസ്മെന്റിന് ശേഷം ഐ ഹവ് സീൻ, അതായത് 7 വർഷത്തിന് ശേഷമാണ് ഈ സിനിമ എടുത്തിരുന്നത്. മോർ ദാൻ 12 മില്യൺ പീപ്പിൾ ഹാവ് വാച്ച്ഡ് ഇറ്റ്. ആൻഡ് അതിൽ നമ്മൾ നോക്കുമ്പോൾ കൂടുതലും അതർ സ്റ്റേറ്റ്സിൽ നിന്നുള്ള വ്യൂഷിപ്പാണ് വരുന്നത്. അപ്പം അത് വിത്ത് സബ് ടൈറ്റിൽസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഈ ആട് 2 നമ്മൾ എല്ലാ ഭാഷകളിലും ഡബ് ചെയ്തിട്ട് പ്രോബബ്ലി ഇപ്പൊ നമ്മൾ ആട് 3 ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഡിസ്കസ് ചെയ്തത് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്ക് ഈ 4 ലാംഗ്വേജസ് ഡബ് ചെയ്ത് ഇടാം. അപ്പം ഈ ട്രെയിലർ വരുമ്പോൾ ഒബ്വിയസ്ലി അതിനകത്തൊരു ഇൻക്ലൂസീവ്നെസ് വരികയും ഒരു നോൺ മലയാളി ഓഡിയൻസിന് ഈ ക്യാരക്ടേഴ്സുമായിട്ട് കണക്ട് ആവണമെങ്കിൽ അവർക്ക് കണക്ട് ആവാനുള്ളൊരു സൊല്യൂഷൻ അവിടെ ഉണ്ട്. സോ അതാണ് ദ സ്ട്രെങ്ത് ഓഫ് OTT. നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. സോ അത് ക്യാച്ചപ്പ് ഞാൻ ചെയ്യിപ്പിക്കും. നമുക്ക് ആ ഓഡിയൻസിനാണല്ലോ വിട്ടളയാൻ പറ്റില്ല. ഇപ്പോ ഈ OTT വന്നതിന് ശേഷം താങ്കൾ പറഞ്ഞ പോലെ ഈ മലയാളം മൂവീസ് നമുക്കൊരു ഇന്റർനാഷണലി കിട്ടുന്ന ഒരു പ്രോത്സാഹനം അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റൻസ് ഒരു 3-4 ടൈപ്പ് ഓഫ് ഓഡിയൻസിനെ നമുക്ക് മലയാളത്തിന് കൂടി എന്ന് പറയാം. അത് റവന്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യുമെന്നുള്ളതല്ല. ഇപ്പം പണ്ടൊരു മലയാള സിനിമ റിലീസ് ചെയ്യുമ്പോൾ കേരളം അല്ലെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന കൺട്രീസ്
റിലീസ് ചെയ്യുന്ന കൺട്രീസ് എന്ന് പറഞ്ഞാൽ മാക്സിമം ലണ്ടൻ അല്ലെങ്കിൽ യൂറോപ്പിൽ ലണ്ടൻ, അല്ലെങ്കിൽ ചെറിയ ചെറിയ പോക്കറ്റ്സ്, വേറെ ചെറിയ പോക്കറ്റ്സ്, അല്ലെങ്കിൽ യു എസിൽ ചില സ്ഥലങ്ങളിൽ, പിന്നെ ഒബിയസ്ലി മിഡിൽ ഈസ്റ്റ്, പിന്നെ ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, സിംഗപ്പൂർ, മലേഷ്യ. ഇതാണ് ഇപ്പോൾ OTTയുടെ കടന്നുവരവോടുകൂടി നമുക്ക് ഇപ്പോൾ 80-100ഓളം കൺട്രീസിൽ ഇത് പോകുന്നുണ്ട്. ഇപ്പൊ ആഫ്രിക്കയിലൊന്നും അവർക്ക് ദേവർ ഡിപ്രൈവ്ഡ് ഓഫ് മലയാളം സിനിമ അല്ലെ. അവർക്ക് അപ്പൊ ആഫ്രിക്കൻ റീജൻസ്, ഫാർ ഈസ്റ്റ്, സം ഓഫ് ദ യൂറോപ്യൻ കൺട്രീസ് മലയാളം സിനിമ ഡോണ്ട് റിലീസ്. അവർക്കൊക്കെ അങ്ങനെ ഒരു മലയാളി ഓഡിയൻസിനെ, ഇതുവരെ കാണാൻ പറ്റാതിരുന്ന ഓഡിയൻസിനെ മലയാള സിനിമയിലേക്ക് വരുന്നുണ്ട്, അവർ കാണുന്നുണ്ട്. പ്ലസ് ഇന്ത്യയിലുള്ള നോൺ മലയാളം സ്പീക്കിംഗ് ആയിട്ടുള്ള ഇപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻസ് അല്ലെങ്കിൽ തെലുഗു, അവർക്കെല്ലാം അങ്ങനെയുണ്ട്. ഇനി ഇതിനെല്ലാം ഉപരി നോൺ ഇന്ത്യൻസ് ഉണ്ട് മലയാള സിനിമയെ പോലെ. അപ്പൊ അങ്ങനെ ഒരു 3 സെറ്റ് ഓഫ് ഓഡിയൻസിന്. അപ്പൊ ഇതിന്റെ ഇതെന്ന് പറഞ്ഞാൽ അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ OTTയിലുള്ള മലയാള സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട് ലോട്ട് ഓഫ് മലയാളീസ് നൗ, നോൺ മലയാളീസ് തിയേറ്ററിൽ പോയി മലയാള സിനിമ കാണുന്നു. ആ എക്സ്പീരിയൻസ് അതിനൊരു ഭയങ്കരമായ, അതുകൊണ്ട് ഇവിടുന്ന് വേർഡ് ഓഫ് മൗത്ത് കിട്ടി ബിൽഡ് ചെയ്യുന്ന സിനിമകൾക്ക് ഇപ്പൊ ഈ ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ് അങ്ങനെയുള്ള സിറ്റീസിൽ സ്റ്റാൻഡ് അലോൺ തിയേറ്റേഴ്സിൽ മുമ്പ് നമ്മൾ മൾട്ടിപ്ലക്സുകളിൽ മാത്രം പോയിക്കൊണ്ടിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞു, ഐ വാസ് സർപ്രൈസ്. പടക്കളം പോലത്തെ, നമ്മുടെ പടക്കളം എന്ന് പറഞ്ഞ സിനിമ ബാംഗ്ലൂരിൽ സ്റ്റാൻഡ് അലോൺ തിയേറ്ററിൽ ഓൾമോസ്റ്റ് വീക്കെൻഡ്സിൽ 3rd വീക്കും ഹൗസ്ഫുൾ ആയിരുന്നു. അത് മലയാളികൾ മാത്രം പോകുന്നതല്ല, നോൺ മലയാളീസ് ആ സിനിമ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കാണാൻ പോകുന്നുണ്ട്. ദാറ്റ്സ് എ വെരി ഗുഡ് സൈൻ ഫോർ മലയാളം. അത് OTT കൊണ്ടുണ്ടായ ഒരു അനുഗ്രഹമാണ്. അപ്പോ ഇതിനൊരു മറുവശമില്ലേ? ഞാനൊരു ഡൗട്ട് ചോദിക്കാം. അതായത് നമ്മൾ ഈ പാൻ ഇന്ത്യൻ, ഈ മലയാളം മൂവീസ് പാൻ ഇന്ത്യൻ ആയിട്ട് അറിയപ്പെടുന്നു, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്നു. ആ സമയത്ത് നമുക്ക് ചെറിയൊരു പ്രഷർ വരുന്നുണ്ടോ? കാരണം നമ്മൾ എല്ലാ ടൈപ്പ് ഓഫ് ഓഡിയൻസിനെ നമ്മൾ എന്താ പറയാ, അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ നമ്മള് മോർ ലോക്കൽ ഇസ് മോർ ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ സിനിമ അതിൽ നിന്നും ചെയ്യുന്നില്ല. ഇപ്പം നമുക്കിപ്പം ഈ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു പാൻ ഇന്ത്യൻ സിനിമ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിലാണ് തെറ്റ്. നമ്മള് മോർ ലോക്കൽ ഇസ് മോർ ഇൻട്രസ്റ്റ്. നമ്മൾ മലയാള സിനിമയ്ക്ക് അങ്ങനെ ഒരു പേരുണ്ടാക്കി തന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പാറ്റേൺ ഓഫ് കണ്ടന്റ് ആണ് അല്ലെ. നമ്മൾ അവരെ കോപ്പി ചെയ്ത് അവര് ചെയ്യുന്ന പോലത്തെ സിനിമകൾ ചെയ്യാൻ തുടങ്ങിയാൽ അത് മാറിക്കിട്ടും അല്ലേ. സോ നമ്മൾ സ്കെയിലും അതിന്റെ ഒരു ഇതും കൂട്ടുക എന്നല്ലാതെ സ്റ്റോറി ടെല്ലിങ്ങില് മാറ്റം വരരുത് എന്നുള്ളത്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സ്റ്റോറീസ്, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്ന രീതിയിൽ തന്നെ സ്റ്റോറീസ് വേണം. ഒബിയസ്ലി നമ്മളിപ്പം ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് മാച്ച് ചെയ്യാനായിട്ട് നമ്മളത് ടെക്നിക്കലി മാറ്റുന്നുണ്ട്. അതിന്റെ ബഡ്ജറ്റ്സ് ഇപ്പൊ അതിപ്പം നടക്കുന്നുണ്ട്. ഇപ്പം നമ്മള് 10 വർഷം മുമ്പ് ആട് ചെയ്യുമ്പോൾ ഈ ബഡ്ജറ്റിലല്ല ചെയ്തത്. ഇപ്പൊ ഈ ബഡ്ജറ്റിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ബിക്കോസ് ഓഫ് ദാറ്റ് കാലം മാറി. ഇനി തിയേറ്റർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആളുകൾ കാണുന്നവരുടെ പാറ്റേൺ മാറി. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ, പക്ഷെ അതൊക്കെ കൊണ്ടായിരിക്കും മിന്നൽ മുരളി പോലുള്ള സിനിമ നമുക്കൊരു സ്പൈഡർമാൻ ചെയ്യാൻ പറ്റില്ല, നമ്മുടെ നാട്ടിൽ റിലേറ്റ് നമ്മൾ നമ്മുടെ എക്സാക്ട്ലി വാട്ട് ഐ സെഡ്, മോർ ലോക്കൽ ഇസ് മോർ ഇന്റർനാഷണൽ. അതെ 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 അതെ, സൂപ്പർ. ഓക്കെ, അപ്പോ നേരത്തെ പറഞ്ഞു ഈ ഇതിന്റെ ത്രൂ ഔട്ട് ദ പ്രോസസ്, അതായത് ഇടയ്ക്കിടയ്ക്ക് മഴ വരുന്നുണ്ടായിരുന്നു, കുറച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരുന്നു, ഒലിച്ചു പോകുന്നുണ്ടായിരുന്നു അധികം. അപ്പോ ആസ് എ പ്രൊഡ്യൂസർ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേനുണ്ടല്ലോ നമ്മൾ എങ്ങനെ അത് പിടിച്ചിരിക്കുന്നത്? ഞാനൊരു കസേര അങ്ങ് ഇരിക്കുവോ, നിക്കാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ ഇത് എന്ന് വെച്ചാല് ഇങ്ങനെ മഴ പെയ്യുമ്പോ നമ്മളിങ്ങനെ നോക്കുമല്ലോ. അപ്പൊ നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോ പുറകിന്ന് ആരാന്ന് പോലും നമുക്കിങ്ങനെ ഞെട്ടിത്തിരിച്ചിരിക്കണം, തലയൊക്കെ പറ്റില്ല, എന്ത് ചെയ്യും വണ്ടാറോ എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ആരെങ്കിലും വന്ന് ചോദിക്കും, വിജയ് സാർ, ഞാൻ ഇങ്ങനെ ഒരു നോട്ടം നോക്കും. യാത്ര എന്ന് പറഞ്ഞ സിനിമയില് ഇങ്ങനെ മഴ പെയ്യുമ്പോ ആന എന്താ ചെയ്യാന്ന് ചോദിക്കും. അതിനൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരോട് ചോദിക്കും, മഴ പെയ്യുമ്പോ ആന എന്താ ചെയ്യാ നനയും, വഴിയില്ല. അപ്പൊ നമ്മളങ്ങ് നിന്നു കൊടുക്ക, പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ളത്. നമുക്ക് നല്ല വിഷമം വരും, അങ്ങനെ ഹാർട്ടിൽ ചെസ്റ്റൊക്കെ ഒന്ന് ഹെവി ആവും. കാരണം പൈസ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ കൂടെ ഒലിച്ചു പോകുന്നതേ. അത് നമ്മള് സിനിമയ്ക്കുള്ളിലേക്ക് അത് ഇടുമ്പോ നമുക്ക് വിഷമം വരില്ല, കാരണം അത് സ്ക്രീനിൽ കാണാലോ. പക്ഷെ ആർക്കും ഇല്ല, അല്ലെങ്കിൽ ആരെങ്കിലും കൊടുത്താലെങ്കിലും അതിനൊരു പ്രയോജനം അല്ലേ. നമ്മൾ അറ്റ്ലീസ്റ്റ്
ആ, ഒരു ചാരിറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് തന്നെ ഓക്കെ എന്തെങ്കിലും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു സന്തോഷം. പക്ഷെ ആർക്കും ഇല്ലാതെ സ്ക്രീനിലും ഇല്ല, ആർക്കും കൊടുത്തുമില്ല. അതിങ്ങനെ നമ്മുടെ മുമ്പിൽ കൂടെ ഒലിച്ചു പോകുന്ന കാണുമ്പോൾ നമുക്കൊരു ചെസ്റ്റ് ഒന്ന് ഹെവി ആവും, പാടാണ്. പാടാണ്. ഓക്കെ. പ്രത്യേകിച്ച് ഇങ്ങനെ ഇത്രയും ഇപ്പൊ ഒരേ സമയത്ത് ഒരു ചില സെറ്റുകളിൽ 750-800 പേര് വരെ നമ്മുടെ സെറ്റിലുണ്ടായിരുന്നു, വിത്ത് കാസ്റ്റ്, ക്രൂ ആൻഡ് ജൂനിയർ ആർട്ടിസ്റ്റ്. അപ്പൊ അത്രയും പേര്. അത് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമം വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പഴയ കാലം ഷൂട്ട് ചെയ്യുമ്പോൾ പല ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും നമ്മൾ ഷർട്ടൊന്നും അല്ലല്ലോ, ബെയർ ബോഡിയിലാണ്. ആൻഡ് നമ്മൾ ഒരു ബാരൻ ലാൻഡിലൊക്കെയാണ് ചിലപ്പോൾ ഷൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വിഷമം എന്ന് പറയുന്നത് ഈ മഴ പെയ്യുമ്പോൾ എല്ലാരും കൂടെ ഓടും. ഇവർക്ക് എല്ലാവർക്കും പോയി നിൽക്കാനുള്ള ഒരു തണല്. ആക്സിഡൻസിന്റെ കാലിലൊക്കെ നമ്മളത് പ്രൊട്ടക്ട് സെക്യൂർ ചെയ്യാറുണ്ട്. പക്ഷെ ഇവര് പെട്ടെന്ന് ഓടുന്ന എവിടെ നിൽക്കുന്ന പോയി ഞാൻ അതിൽ പറയിടാം. അപ്പൊ നമ്മൾ പിന്നെ മാക്സിമം ടെന്റുകൾ ഇട്ട് റെഡിയാക്കി മഴ പെയ്താൽ അങ്ങോട്ട് പോയി നിൽക്കാനും ഒക്കെ ഉള്ള പ്രൊവിഷൻസ് നമ്മൾ ചെയ്യും. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം. എന്ന് വെച്ചാൽ പെട്ടെന്ന് എക്സ്ട്രീമാണ്, പെട്ടെന്ന് നല്ല പൊള്ളുന്ന വെയിലുമായിരിക്കും, പെട്ടെന്ന് ഒരു മഴയും പെയ്യും, അപ്പൊ അസുഖങ്ങൾ വരാം. അങ്ങനെയൊക്കെയുള്ള ആർക്കും അതൊക്കെ നമ്മൾ നോക്കണമല്ലോ. ഒരാൾക്ക് അസുഖം വന്നാൽ മതി, ഒന്ന് അവർക്ക് അസുഖം വരുന്നതിന്റെ വിഷമം, രണ്ട് നമ്മുടെ ഷൂട്ട് നിന്നു പോകുന്നതിന്റെ കുഴപ്പം. നമ്മുടെ ക്യാമറമാനോ ഡയറക്ടറിനോ അസോസിയേറ്റിനോ ആർക്ക് വന്നാലും നമുക്ക് പ്രോബ്ലം അല്ലേ. പിന്നെ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ സിനിമയിൽ ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ട്. ഈ സെറ്റും അല്ലാന്നുണ്ടെങ്കിൽ ലൊക്കേഷനും ഒക്കെ ആക്ച്വലി എവിടെയായിരുന്നു? പാലക്കാടാണ് നമ്മൾ പ്രൈമറിലി ഈ പാസ്റ്റ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് പാലക്കാടാണ് നമുക്ക് കുറെ ഈ മൊബൈൽ ടവർ ഇല്ലാത്ത ലൊക്കേഷൻസ് കുറെ കിട്ടാൻ എളുപ്പമുള്ള. അതുകൊണ്ടാണ് മിക്കവാറും ഈ ആ ഏരിയ പൊള്ളാച്ചി പാലക്കാട് ഏരിയയിൽ നമുക്ക് കുറെ കൂടെ ഒക്കെ അങ്ങനെ ഈ പഴയകാലം ഷൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതെല്ലാം നോക്കണമല്ലോ. അപ്പൊ അവിടെ കിട്ടാൻ കുറെ ലൊക്കേഷൻസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഈ പുരാതന കാലം കൂടുതലും പാലക്കാടായിരുന്നു. പിന്നെ നമ്മുടെ പ്രസന്റിലേക്ക് വരുമ്പോൾ ഹൈ റേഞ്ച് തന്നെയാണല്ലോ. അപ്പം ഈ തൊടുപുഴ, ഈരാറ്റുപേട്ട അങ്ങനെയുള്ള അവിടെയായിരുന്നു പ്രസന്റ് മൊത്തം. പിന്നെ നാഗർകോവിലിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, തിരുവനന്തപുരത്ത് കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പല പല ലൊക്കേഷനിൽ ഒരു ജിപ്സി ലൈഫ് ആയിരുന്നു. ഓക്കെ. ഈ കൊല്ലത്ത് ജനിച്ച വിജയ്, ഓക്കെ, അപ്പോൾ ഇത്രയും നാളുകൾക്ക് ശേഷം ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറാണ്, ഒരു ആക്ടറാണ്. ഓക്കെ, ഈ സിനിമ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡ് ഇസ് ഡിഫറെന്റ്. അതിപ്പോൾ എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു ഫീൽഡ് അല്ല സിനിമ. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 100-90 പേർക്കും സിനിമയിൽ ഏതെങ്കിലും ഒക്കെ ഫീൽഡിൽ കയറണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ്. അപ്പോൾ എവിടെയായിരുന്നു ആ ഒരു സ്പാർക്ക്, ഇത് എൻ്റെ വേണമെന്നുള്ളത്? അല്ല, എനിക്ക് ചെറുപ്പം മുതലേ സിനിമയിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് എൻ്റെ അച്ഛൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഒരു സിനിമ 1983-ലാണ്. ഞാൻ അതിലൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന് ഇങ്ങനെ ഈ ബേബി, അന്ന് ഞാൻ ആ സെറ്റിൽ പോയിട്ട് ലൈറ്റ്സ്, ആക്ഷൻ ഇതൊക്കെ കണ്ടപ്പോൾ അത് എന്നെ ചിലപ്പോൾ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവാം. അച്ഛനൊരു മൂവി ബഫൊന്നും ആയിരുന്നില്ല. പക്ഷെ ഞങ്ങൾ പണ്ട് കൊല്ലത്തൊരു ലോഡ്ജ് ഉണ്ടായിരുന്നു അച്ഛന്. അപ്പം കൊല്ലം പണ്ടൊരു സിനിമയുടെ നാടകത്തിന്റെയും സിനിമയുടെയും ഒക്കെ ഹബ്ബായിരുന്നു. അപ്പൊ പണ്ട് സിനിമ ഷൂട്ടിങ്ങൾ നടക്കുമ്പോൾ ഈ ആക്ടേഴ്സും ടെക്നീഷ്യൻസും ഒക്കെ സ്ഥിരമായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന ഒരു ലോഡ്ജാണ്. അപ്പൊ അവിടെ അച്ഛന് കുറെ സൗഹൃദങ്ങൾ ഉണ്ടാവുന്നു. അതിലൂടെയാണ് അച്ഛനൊരു സിനിമ, നല്ല ലോസ് വന്നിട്ടുണ്ട് അച്ഛന്, അത്യാവശ്യം നല്ല ലോസ് വന്ന സിനിമയാണ്. അപ്പം അതുകൊണ്ട് സുകുമാരൻ ചേട്ടൻ, സോമൻ ചേട്ടൻ, പിന്നെ ജയന്റെ അനിയൻ ആദ്യമായിട്ട് അഭിനയിച്ചു, ഒരേ പടത്തിൽ അഭിനയിച്ചോളെന്ന് തോന്നുന്നു. അപ്പം അച്ഛൻ്റെ സുഹൃത്തായിരുന്നു. അപ്പം അങ്ങനെ ചെയ്തൊരു സിനിമയാണ്. അപ്പം അതിൽ സുകുമാരൻ ചേട്ടൻ്റെ മകനായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. ഞാൻ ഒരു ഷോർട്ടിലുള്ളത്. എൻ്റെ അച്ഛൻ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് വില്ലനായിട്ട്. അപ്പൊ കുറെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങള് തീർപ്പ് നേരെ തിരിച്ച്, ഞാൻ വില്ലൻ, രാജു ഹീറോ, ഇന്ദ്രജിത്ത്, റീയൂണിയൻ ഭയങ്കര ഒരു ഫുൾ സർക്കിൾ വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു സിനിമയെ കുറിച്ച് പറഞ്ഞപ്പോൾ. അപ്പൊ 83-ൽ ഇങ്ങനെ അച്ഛൻ ചെയ്ത് ലോസായി. അതുകൊണ്ട് തന്നെ സിനിമ എന്ന് പറയുന്നത് തന്നെ അമ്മയ്ക്ക് അലർജിയാണ്. കളയാൻ വേണ്ടി മാത്രം, അതുകൊണ്ട് മിണ്ടിപ്പോകരുതെന്നുള്ളത്. അപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് അവതരിപ്പിക്കണം, എനിക്ക് സിനിമയിൽ വരാനാണ് താല്പര്യം. പിന്നെ കോളേജിലൊക്കെ പോകുമ്പം ഈ ബുജിയായി എന്ന് കാണിക്കാനായിട്ട് ഒരു ബാഗൊക്കെ തൂക്കി ഇങ്ങനെ ഈ സിനിമാ ക്ലബിലൊക്കെ ഒന്നും മനസ്സിലാവാത്ത ഇംഗ്ലീഷ് പടങ്ങളൊക്കെ ഇരുന്ന് ഓ വാവ് എന്നൊക്കെ പറഞ്ഞ് കണ്ട് അതിനെ കുറിച്ചുള്ള ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് അങ്ങനെയൊക്കെ ഇരുന്ന് നോക്കി. പക്ഷേ
അമ്മ ഒരു രീതിയിൽ സമ്മതിക്കത്തില്ല. ഒരു രീതിയിൽ ഇപ്പം എനിക്ക് അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യണമെന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തു. ഒരിക്കലും എൻട്രൻസ് പോലും എഴുതാൻ സമ്മതിക്കില്ല. പൂനെയിൽ പോയി പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു രക്ഷയില്ല, ഒരു രക്ഷയും ഇല്ല, ഒരു രീതിയിലും അമ്മ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ട്രാക്ക് മാറി. പക്ഷേ നമ്മുടെ ഡെസ്റ്റിനി ഇത് തന്നെ ആയിരുന്നു. ഞാൻ MBA കംപ്ലീറ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് ഞാൻ ആദ്യം ജോയിൻ ചെയ്യുന്നത് BPL മൊബൈലാണ്. അത് മൊബൈൽ ലോഞ്ച് ചെയ്യുന്ന സമയമാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ 6 മാസം എനിക്ക് അവിടെ എനിക്ക് വർക്കായില്ല. അങ്ങനെ അപ്ലൈ ചെയ്ത് സ്റ്റാർ TVയിലാണ് എനിക്ക്, പിന്നെ ബോംബെയിലാണ് കിട്ടുന്നത്. അങ്ങനെ സ്റ്റാർ TVയിൽ ജോയിൻ ചെയ്ത് സെയിൽസിലാണ് ജോയിൻ ചെയ്യുന്നത്. ബെസ്റ്റ് എംപ്ലോയി അങ്ങനെ അതൊക്കെ കിട്ടില്ല. അപ്പം സെയിൽസിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അതേ പറഞ്ഞു, ഡെസ്റ്റിനി നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പ്രോഗ്രാമിങ്ങുമായിട്ട് ബന്ധമില്ല. അപ്പൊ പക്ഷെ എനിക്ക് ഇഷ്ടമാണ് പ്രോഗ്രാമിങ്. അങ്ങനെ സെയിൽസിൽ വർക്ക് ചെയ്ത് ഐ വാസ് ഡൂയിങ് റിയലി വെൽ ഇൻ സെയിൽസ്. അത് കറങ്ങി അവിടെ നിന്ന് വിട്ട് നേരെ ദുബായിൽ പോവുകയും അവിടെ ഏഷ്യാനെറ്റും സ്റ്റാർ TV, ZTV ആയിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്യും. അവിടെ കണ്ടന്റിന്റെയും കൂടെ ഇൻചാർജ് ആയി. സെയിൽസ് ബിസിനസ് ആയിട്ടാകുമ്പോൾ നമ്മൾ കണ്ടന്റും കൂടെ ഇൻചാർജ് ആവുമല്ലോ. അപ്പൊ പതുക്കെ കണ്ടന്റിലേക്ക് ഇൻവോൾവ് ആയി. എനിക്ക് പ്രോഗ്രാമിംഗിലേക്ക് കൂടുതൽ താല്പര്യമായി. അത് കഴിഞ്ഞ് അതെല്ലാം വിട്ട് ഇന്ത്യയിൽ വരുമ്പോൾ ഐ വാസ് CEO ഓഫ് എ ചാനൽ. അപ്പം ഫുൾ ഇൻചാർജായി. പിന്നെ വേറൊരു ചാനലിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ് പ്രോഗ്രാമിംഗിലേക്ക് മാറും. പ്രോഗ്രാമും അത് സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വർക്ക് എൻ്റെ പോർട്ട്ഫോളിയോയിലുണ്ട്. അത് എക്സ്പെഷ്യലി സിനിമ ബൈയിങ്ങിലേക്ക് വരും. അന്ന് ലാർജസ്റ്റ് ബയറുമാണ്. അപ്പൊ എല്ലാ സിനിമകളുടെ കഥ കേൾക്കലും, അത് നടക്കാനിരിക്കുന്നതും ഇറങ്ങാൻ പോകുന്നതും പ്ലാനിങ്ങിലുള്ളതും, അങ്ങനെ എല്ലാ സിനിമകളുടെയും. അന്ന് സാറ്റലൈറ്റ് മാത്രമല്ലോ. അപ്പം ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു വൺ ഓഫ് ദ റവന്യൂ എന്ന് പറയുന്നത് ബോക്സ് ഓഫീസിനോടൊപ്പം തന്നെ സാറ്റലൈറ്റ് ബൂം നടക്കുന്ന സമയത്ത് അപ്പൊ എല്ലാ കഥകളും കേൾക്കും. അങ്ങനെ ഞാൻ കേട്ടത്രയും കഥകൾ എനിക്ക് തോന്നുന്നില്ല ഈ കഴിഞ്ഞ 10 വർഷത്തിൽ ആരെങ്കിലും കേട്ടിട്ടുണ്ട്. കാരണം ആ 5 വർഷം ഞാൻ ഇരുന്ന് അവിടെ ഇരിക്കുമ്പോൾ അന്ന് ഇറങ്ങാനിരിക്കുന്ന എല്ലാ കഥകളും കേട്ടിട്ടുണ്ടാവണം. പലതും നടന്നിട്ടുണ്ടാവില്ല, പലതും നടന്നിട്ടുണ്ടാവും. അതിനുശേഷം അപ്പം അങ്ങനെ സിനിമയായിട്ട് കൂടുതൽ അടുക്കുകയും ഇനി അപ്പം നമ്മൾ കുറേ കഴിയുമ്പോഴത്തേക്കും, കുറേ വർഷമായില്ലേ ഈ ചാനലിൽ എന്റർടൈൻമെന്റ്. ഇപ്പം ബോറടിച്ചു തുടങ്ങിയായിരുന്നു. ബോറടിച്ച് ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് വരത്തില്ലേ നമുക്ക്. അങ്ങനെ ക്രിയേറ്റീവ് ബ്ലോക്ക് വന്നു. ഇനി ടെലിവിഷനിലൊന്നും എനിക്ക് സാച്ചുറേറ്റഡ് ആയി. ഇനി ഒന്നും ചെയ്താലും വർക്കാവില്ല എന്നുള്ള രീതിയിൽ എല്ലാം ട്രൈ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി ഒരു ഷിഫ്റ്റ് ആവശ്യമാണ് എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ് എനിക്കങ്ങനെ നീനയിൽ അഭിനയിക്കാൻ ഒരു ഓഫർ വരുന്നത്. ആൻഡ് ദാറ്റ് ചേഞ്ച്ഡ് എൻറ്റയർലി. ഇറ്റ് ടുക്ക് 1 year ഫോർ മീ. 1 വർഷം എടുത്തു അത് ചിന്തിച്ച്. ബിക്കോസ് വീണ്ടും അമ്മ പ്രശ്നമാണ്. കാരണം ഇവന് പ്രശ്നമാണ്, വീണ്ടും നശിക്കാൻ തീരുമാനിച്ചു. ഐ ഡ്രോ എ വെരി ഹെഫ്റ്റി സാലറി. അന്നത്തെ എനിക്കൊന്ന് വൺ ഓഫ് ദ ഹയസ്റ്റ് പെയ്ഡ് എക്സിക്യൂട്ടീവ്സ് ഇൻ കേരള എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഐ ഡ്രോ എ 5 digit സാലറി. അപ്പം അത് വിട്ടിട്ട് സിനിമയിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖം. 24 hours വർക്കാണ്. ബട്ട് വെളിയിൽ നിന്ന് ഒരാൾ നോക്കിക്കാണും ഭയങ്കര ഹൈ പ്രഷർ ജോബാണ് ടെലിവിഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓരോ ആഴ്ചയും സമയം പോകുന്ന അറിയത്തില്ല, നമ്മൾ വയസ്സാവുന്ന അറിയത്തേ ഇല്ല. കാരണം പ്രോഗ്രാമിംഗ് 24 hours അല്ലേ. ഇപ്പം വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച റേറ്റിംഗ് വരുന്നു, അടുത്ത അത് കുറഞ്ഞോ കൂടിയോ, അത് കൂടിയാൽ അതിനെ സസ്റ്റെയിൻ ചെയ്യണം, കുറഞ്ഞാൽ അത് കയറ്റണം. പിന്നെ ലൈഫ് റിവോൾവ്സ് അറൌണ്ട് ഫെസ്റ്റിവൽസ് ഒക്കെ. നമ്മൾ ഓണം പ്ലാൻ ചെയ്യുന്നു, പിന്നെ ക്രിസ്മസ് പ്ലാൻ ചെയ്യുന്നു, പിന്നെ വിഷു പ്ലാൻ ചെയ്യുന്നു. അതിങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അതിനൊരു എൻഡില്ല. ചാനൽ പോകുന്ന പോലെയാണ്. അപ്പൊ നമ്മളൊരു ചേനൽ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ രാവിലെ 9 മണിക്ക് വന്നിരുന്നാൽ ചിലപ്പോൾ ഇറങ്ങുന്നതൊക്കെ 12 മണി, 1 മണി, 2 മണിക്കൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പൊ ഇത് എണ്ണിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് വിടുക എന്ന് പറഞ്ഞാൽ വിടാൻ നമുക്ക് ചിന്തിക്കാനുള്ള സമയമില്ല, ചിന്തിക്കാൻ സമയം കിട്ടത്തില്ല. നാളെ നോക്കാന്ന് പറഞ്ഞാൽ നാളെ നടക്കത്തില്ല. അപ്പം ആ ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് വളരെ ഒരു സ്ട്രോങ് ഡിസിഷൻ ആയിരുന്നു. നമ്മള് റിസ്ക് ആണ്. ഇത് സിനിമയല്ലേ, അങ്ങോട്ട് വീഴാം ഇങ്ങോട്ട് വീഴാം. അപ്പം ഇപ്പൊ അഭിനയത്തിൽ മാത്രമൊന്നും പിടിച്ചിരിക്കാന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ട് ഒരു 5 digit സാലറി ഉള്ള ജോലി കളഞ്ഞിട്ട്, അതും ഹൈ പവർഫുൾ പൊസിഷനാണ്, അതിന് മേളിലോട്ടൊരു ഒരു ഡെസിഗ്നേഷൻ കൂടെ ബാക്കിയുള്ളൂ. അപ്പം അത് വിടുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു ഡിസിഷൻ ആയിരുന്നില്ല. പക്ഷെ അത് വിട്ടു. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും നാൾ ഗെയിൻ ചെയ്ത എക്സ്പീരിയൻസ് എന്ന് പറയാൻ, ഞാൻ സെയിൽസിലായിരുന്നു, മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും വർക്ക് ചെയ്തിട്ടുണ്ട്. സോ തോട്ട് ഐ വിൽ ഡു മൾട്ടി ടാസ്കിങ്. മൾട്ടി ടാസ്കിങ്ങിൽ ചെയ്യാം, ഒന്നിൽ വീണാൽ അതിൽ അടുത്ത് പിടിക്കാം. അതുകൊണ്ട് പ്രൊഡക്ഷനും ആക്ടിങ്ങും
ഒരുമിച്ച് കൊണ്ടുപോകാനിരിക്കുന്നു. ഇവിടെ വീണാൽ അവിടെ പിടിക്കാം, അവിടെ വീണാൽ ഇവിടെ പിടിക്കാം. ഇപ്പോൾ താങ്കളുടെ ഫിലിം ഹൗസ് പ്രൊഡക്ഷൻ കമ്പനി ആക്ച്വലി എന്താ പറയുക, നമ്മളിപ്പോൾ ജയേട്ടനെ പോലെയുള്ള ആൾക്കാരെ മാത്രമല്ല പുതിയ ആൾക്കാരെയും ഒരുപാട് പല പ്രാവശ്യം സപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഈ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ചിലപ്പോൾ നമുക്ക് ചില സമയത്ത് ചില ആൾക്കാരോട്, ചില ഡയറക്ടേഴ്സിനോടാവാം അല്ലെങ്കിൽ ന്യൂ കമേഴ്സിനോടാവും നമുക്ക് നോ പറയേണ്ടി വരുമല്ലോ. അതും ബുദ്ധിമുട്ടല്ലേ നമുക്ക് ഒരാളോട്, ഇല്ല ഇപ്പൊ അത് വർക്ക് ചെയ്യില്ല, അത് ഞാൻ എങ്ങനെ നോവായിട്ട് ഞാനതിപ്പോ നമുക്ക് അത് ഞാൻ പറയും, ഇത് കഥ മോശം, അത് വിഷമമുള്ള കാര്യം തന്നെയാണ്. ഞാൻ പറയാം അത് നല്ല കഥയായിരിക്കാം, പക്ഷെ ദാറ്റ്സ് നോട്ട് ഫിറ്റിംഗ് ഇൻ ടു മൈ സ്കീം ഓഫ് തിങ്സ് ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്നാണ് ഞാൻ പറയാറ്. അത് ചിലപ്പം ബിക്കോസ് എനിക്ക് വർക്കാവാത്ത കഥ ചില മറ്റുള്ളവർക്ക് വർക്കായിരിക്കാം. യു ഗോ ആൻഡ് ഫൈൻഡ് സംബഡി എൽസ് എന്ന് ഞാൻ പറയാറുണ്ട്. പിന്നെ ഈ ന്യൂ കമേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, എനിക്ക് അവരെ മതി എന്നുള്ളതുകൊണ്ടാണ് അവരെ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 6 മാസം മാത്രമേ വേറൊരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ. ലൈഫ് ഇത്രയും നാളെൻ്റെ ലൈഫ് മുഴുവൻ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്തത്. അത് സ്മോൾ സ്ക്രീനും ബിഗ് സ്ക്രീനും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്ന പണിയാണ്, വേറൊരു പണി അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഐ എം കോൺഫിഡൻറ്റ് ടു വർക്ക് വിത്ത് എ ന്യൂ കമർ. ബിക്കോസ് നമുക്കത് എനിക്ക് ഡയറക്ഷൻ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. ഡയറക്റ്റ് ചെയ്യാനായിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ എല്ലാ ദിവസവും ഓരോ തോട്ട് കിട്ടും. ഇതാണ് ഞാൻ എന്തെങ്കിലും ഡയറക്ടർ ആവുകയാണെങ്കിൽ ഇതായിരിക്കും എൻ്റെ കഥ എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിൽ എഴുതി വെക്കും. പക്ഷെ ഒരിടത്ത് ഇരുന്ന് ഒരു പാരഗ്രാഫ് എഴുതാനുള്ള ക്ഷമ പോലും എനിക്കില്ല, അതുകൊണ്ട് നടക്കത്തുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കൂടുതലും ഡിക്റ്റേറ്റ് ചെയ്താണ് ശീലം. അത് ചാനലിൽ ഇരിക്കുമ്പോഴാണെങ്കിലും ഇപ്പം ഒരു യങ്സ്റ്റർ, ടാലന്റഡ് ആയിട്ടുള്ള ഒരു യങ്സ്റ്ററിനെ കിട്ടിയാൽ എനിക്ക് അവരെ ഗ്രൂം ചെയ്ത് അവരുടെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അവരുടെ മൈനസ് പ്ലസ് ഐഡന്റിഫൈ ചെയ്ത് അതിനെ അവരുടെ റൈറ്റ് ഡയറക്ഷനിൽ കൊണ്ടുപോകാൻ എനിക്ക് ഇഷ്ടമാണ്. അത് അവർക്കും കൂടെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് വെൻ ഒരു ടീം ഫോം ആവുകയും അങ്ങനെ സിനിമ ന്യൂ കമേഴ്സ് അവിടെ ഇപ്പം 16 ന്യൂ കമേഴ്സ് ആയി ഡയറക്ഷൻ. ബട്ട് സ്റ്റിൽ ഐ എൻജോയ് ഡൂയിങ് ഇറ്റ്. എനിക്ക് ന്യൂ കമേഴ്സുമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം. ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിന്റെ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും ന്യൂ കമേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോട് കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു മേജർ ഡിഫറൻസ് താങ്കൾ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ മാറിയിരിക്കണം, നമ്മൾ അഭിപ്രായം കൂടുതൽ പറയാൻ പോരുത്. നമുക്ക് നമ്മുടെ അഭിപ്രായം സുഹൃത്തുക്കളായിരിക്കും, നമ്മൾ പറയാം, ഒരു സജഷൻ പറയാം, അതിൽ ആർഗ്യുമെന്റ് ഇല്ല. ന്യൂ കമേഴ്സ് ആണെങ്കിൽ നമ്മൾ ആർഗ്യൂ ചെയ്യും, ചിലപ്പോൾ അവർ ജയിക്കും, ചിലപ്പോൾ നമ്മൾ ജയിക്കും. പക്ഷെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡയറക്ടർ ആണെങ്കിൽ നമ്മുടെ ആർഗ്യുമെന്റ് ലിമിറ്റഡ് ആയിരിക്കണം. നമ്മൾ ചുമ്മാ എനിക്കെല്ലാം അറിയാന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. ദേ ആർ മോർ നോളജബിൾ ദാൻ മീ. പിന്നെ ഞാൻ ഈ സിനിമ എന്ന് പറയുന്ന പ്രോസസ്സിനെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് എല്ലാ ഏരിയയിലും എനിക്ക് ഇപ്പം ഒരു സ്ക്രിപ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക, അതിൽ കറക്ഷൻസ് വരുത്തുക, ആ സ്ക്രിപ്റ്റ് കാസ്റ്റിംഗ്, കോസ്റ്റിംഗ്, അല്ലെങ്കിൽ ഷൂട്ടിംഗ് പ്രോസസ്സ്, അതിലുള്ള ഇംപ്രൊവൈസേഷൻസ്, പോസ്റ്റ് പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, ഈ ഓരോ പ്രോസസ്സും ഞാൻ എൻജോയ് ചെയ്യുന്നതാണ്. ഒരു ഇപ്പം ഈ ഷൂട്ട് കഴിയുമ്പോഴാണ് എൻ്റെ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ വർക്ക് ലോഡ് ആവുന്നത്. കാരണം മാർക്കറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, ഓൾ ദീസ് ആർ കംപ്ലീറ്റ്ലി എൻ്റെ കമൻറ്റിൽ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ആ പ്രഷർ ജോബാണ്, എന്നാലും അതെനിക്ക് ഇഷ്ടമാണ്. അപ്പം ന്യൂ കമേഴ്സുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അല്ലാത്തുള്ള ഏരിയയിലും നമുക്ക് ആ പ്രോസസ്സിംഗ്, മറ്റത് നമ്മുടെ കയ്യിലൊരു പിടി ഉണ്ടാവും. കയ്യിലൊരു പിടിയൊന്നുമില്ല. ഐ മീൻ കംപ്ലീറ്റ്ലി ഞാൻ പറയുന്നത് ഒരു സിനിമ എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ് ക്യാപ്റ്റൻ ഓഫ് ദ ഷോ. നമ്മളെല്ലാം ഒരു ക്ലോസ് ഡോറിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും നമ്മുടെ ഡയറക്ടേഴ്സുമായിട്ട്. നമ്മൾ നാളെ ഷൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർഗ്യുകയും ഇതും എല്ലാം കഴിഞ്ഞിട്ട് സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഇന്റർഫിയർ ചെയ്യില്ല, ഞാൻ മാറി ഇന്ന് കാണും. ഒരാളോട് പോലും എൻ്റെ ഇത്രയും ന്യൂ കമർ ഡയറക്ടേഴ്സിൽ ഒരാളും പറയില്ല ഞാൻ സെറ്റിൽ വന്നിട്ട് അങ്ങനെ. ഈ പ്രൊഡ്യൂസേഴ്സ് ആക്ച്വലി പലതരത്തിലുണ്ടല്ലോ. ചിലപ്പോൾ ചില ആൾക്കാർ പറയും ഫണ്ട് മാത്രം അയച്ചു കൊടുക്കുന്ന, മാറി നിൽക്കുന്ന ഒരു സൈലന്റ് പ്രൊഡ്യൂസർ ഉണ്ടാവും. അത് വേറെ കൊണ്ടല്ല, അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ലാത്തതുകൊണ്ട്. അപ്പം അവർ വേറെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും, അവർക്ക് അപ്പൊ ഇതിനെക്കുറിച്ച് നോളജ് കുറവായിരിക്കും. നമുക്ക് അങ്ങനെയല്ലല്ലോ, നമുക്ക് അറിയാലോ. നമ്മൾ ഈ ത്രൂ ഔട്ട് ദ പ്രോസസ് ആ ഒരു ജേർണിയിൽ കംപ്ലീറ്റ്ലി ഉണ്ടാവുന്നല്ലേ എല്ലാ ദിവസവും സെറ്റിൽ ഉണ്ടാവും. ഫ്രം ദ നമുക്ക് ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും ഇപ്പൊ നമ്മള് ഇന്ന് എന്താ ഷൂട്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ ഗ്രൂപ്പിലുണ്ടാവും. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നില്ലല്ലോ, ഇത് ഏത് സീനാ എന്ന് ഞാൻ അപ്പോൾ തന്നെ ഇതേതാ സാർ അത് ഇപ്പം ആഡ് ചെയ്ത് എന്തിനാ ആഡ് ചെയ്തു
എന്തിനാ ആഡ് ചെയ്തു അതിന്റെ ഹി ഹാസ് ടു ഗിവ് മി എൻ എക്സ്പ്ലനേഷൻ വൈ ദാറ്റ് സീൻ ഇസ് ആഡഡ് ഓ വൈ ദ സീൻ ഇസ് ഡിലീറ്റഡ്. നമ്മൾ വായിച്ച സ്ക്രിപ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്ത് സൈൻ ഓഫ് ചെയ്തതിനകത്ത് ചേഞ്ചസ് വരുമ്പോൾ യു ഹാവ് ടു ടെൽ അസ്. അപ്പൊ അത് പിന്നീട് ഡിബേറ്റ് ചെയ്യണം. അപ്പൊ അത് എനിക്ക് അതുകൊണ്ട് ഇപ്പൊ മറ്റുള്ള ഒരാൾക്ക് ആ ഗ്രൂപ്പിൽ ഇരുന്നുകൊണ്ട് ചിലപ്പോൾ ഒന്നും അറിയണമെന്നില്ല. നമുക്ക് ആ ഓരോ സീനും ഓരോ ഡയലോഗും എല്ലാം നമുക്ക് ഞാനൊരു ഒരു 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 സിനിമ ഷൂട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ആ സ്ക്രിപ്റ്റ് ഒരു 15 മീൻ ആദ്യത്തെ ഫസ്റ്റ് ഡ്രാഫ്റ്റ്, സെക്കൻഡ് ഡ്രാഫ്റ്റ്, തേർഡ്, ഫൈനലി നമ്മൾ സൈൻ ഓഫ് ചെയ്യുന്ന ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാവും. ആ ഡ്രാഫ്റ്റിൽ നിന്ന് ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ ഞാൻ മാത്രമല്ല എൻ്റെ എല്ലാ ടീം അംഗങ്ങളും അറിഞ്ഞിരിക്കണമെന്നാണ്. എവരിബഡി ഹാസ് ടു ബി ഓൺ ദ സെയിം പേജ്. അത് ഇൻക്ലൂഡിങ് മൈ പ്രൊഡക്ഷൻ കൺട്രോളർ ടു മൈ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, എല്ലാവരും ഹാവ് ടു ബി ഓൺ ദ സെയിം പേജ് എന്നുള്ളതാണ് നമ്മുടെ ഒരു പോളിസി. അപ്പൊ അത് ഈ വിജയ് ബാബു എന്തെങ്കിലും ഒരു പടം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതിനോട്ട് കണക്ട് ചെയ്യാൻ ഞാൻ ചോദിക്കുക, നമുക്ക് ഏത് ജേണറായിരിക്കും പ്രതീക്ഷിക്കാൻ പറ്റുക? എനിക്ക് ഹ്യൂമർ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അതുകൊണ്ടായിരിക്കും എന്റെ എല്ലാ സിനിമകളിലും ഒരു ഇന്നർ ലെയർ ഹ്യൂമർ ഉണ്ടാവും. ഹ്യൂമറാണ് എനിക്ക് ഇഷ്ടമുള്ള ജോണർ. പക്ഷെ ഇനി ഒരു സിനിമ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം, ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു ജോണർ ത്രില്ലറാണ്. ഐ വോണ്ട് ടു ടച്ച് ദാറ്റ് ജോണർ. ഇപ്പൊ എനിക്ക് എക്സൈറ്റ്മെന്റ് ഒരു ത്രില്ലർ, നല്ലൊരു ത്രില്ലർ സ്ക്രിപ്റ്റ് ഒക്കെ ഉള്ള ആൾക്കാർ അല്ല ഞാൻ പറയുന്നുണ്ട്. ത്രില്ലർ ജോണർ ഞാൻ ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ല. ഒന്നാമത് എനിക്ക് അങ്ങനെയുള്ള സിനിമകൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എനിക്ക് ഹൊറർ സിനിമ ഒരിക്കലും കാണാൻ പറ്റില്ല. ഒരിക്കലും കാണാൻ എനിക്ക് ഹൊറർ സിനിമ എനിക്ക് ഞെട്ടല് പിടിക്കലൊന്നും എനിക്ക് ഇഷ്ടമല്ല. അയ്യോ ഒരു രീതിയിലും വർക്കാവാത്ത ജോണർ എനിക്ക് പേഴ്സണലി. അതുകൊണ്ട് ഈ ത്രില്ലർ സിനിമകളും എനിക്ക് ആവശ്യമില്ലാത്ത ടെൻഷൻ. പക്ഷെ ഇപ്പൊ എനിക്കത് ഇഷ്ടമാണ്. അപ്പൊ ആ ജോണറില് ഒരു സിനിമ ചെയ്യണമെന്നാണ് അടുത്ത ആഗ്രഹം. അതിങ്ങനെ നോക്കാം എന്തെങ്കിലും വരും. റിയൽ ലൈഫിൽ താങ്കൾ എങ്ങനെയാണ് ആക്ച്വലി ഞാൻ ടെൻഷന്റെ കേസൊക്കെ പറഞ്ഞത് നമ്മൾ ഒരുപാട് സ്ട്രെസ് ഒന്നും എടുക്കാണ്ട് ഫ്രീ ആയിട്ട് അങ്ങനെ ഒരു കാര്യത്തിലും ആവശ്യമില്ലാത്ത സ്ട്രെസ് എടുക്കുന്ന ആളല്ലേ. വെളി വരത്തില്ല. എനിക്ക് എന്ത് സ്ട്രെസ് ഉണ്ടെങ്കിലും എന്റെ അടുത്തിരിക്കുന്ന ആൾക്ക് അത് ഫീൽ ചെയ്യില്ല. ഡെഫിനറ്റ്ലി നമ്മൾ ഏറ്റവും വലിയ സ്ട്രെസ്സിലൂടെ പോയിരിക്കുമ്പോഴും നമ്മൾ തമാശകൾ പറയണം. ഐ എം എ വെരി ഫൺ ലവിങ് ഹ്യൂമർ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രീ ആയിട്ടിരിക്കുക. അല്ലെ നമ്മള് ഒരു സിനിമാക്കാരനായിട്ട് എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല, ഫീൽ ചെയ്യാൻ ഞാൻ അനുവദിച്ചിട്ടുമില്ല. നമ്മളെപ്പോഴും ഞാനിപ്പോൾ വരുന്ന വഴിക്ക് പെട്ടെന്ന് ഇവിടെ നിർത്തുന്ന അവിടെ വഴിയിൽ ഒരു ചെറിയ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കുമ്പോൾ പെട്ടെന്ന് ഓർത്ത് അയ്യോ നമ്മൾ ഈ സിനിമ ഇറങ്ങുന്ന സമയമാകുമ്പോൾ നമുക്ക് കുറച്ച് ഇത് കൂടുമല്ലോ. ഇപ്പൊ പോസ്റ്റർ ഇടുന്ന കണ്ടു, ഇപ്പൊ അതിടുന്നുണ്ട് പെട്ടെന്ന് അപ്പം വെരി നോർമൽ ഹ്യൂമൻ ബീങ്. അത്രേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ നമ്മൾ വർക്ക് ചെയ്യുന്ന പടത്തിന്റെ സ്ക്രിപ്റ്റില് എന്തൊരു അപ്ഡേഷൻ വന്നാലും ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും നമുക്കത് അവെയർ ആയിരിക്കും അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആയിരിക്കും എന്നുള്ളത്. ഞാൻ ചോദിച്ചോട്ടെ, ഏത് ഉറക്കത്തിനും വിളിച്ച് ഞാനിപ്പോൾ ചോദിക്കുവാണ്, താങ്കൾക്ക് ഇന്ന് വരെ വേൾഡിൽ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റിന്റെ പേര് പറഞ്ഞാൽ റിഗാർഡ്ലെസ് ഓഫ് ജെൻഡർ, ഈ ഇന്ന ഒരാൾ ഞാൻ ഏത് ഉറക്കത്തിൽ വിളിച്ചാലും എന്റെ മനസ്സിൽ വരുന്നത് ഈ ഒരു പേര് എന്ന് പറഞ്ഞൊരു പേരുണ്ടോ? അല്ല, ഞാന് പേഴ്സണലി നമ്മളൊക്കെ കണ്ടു വളർന്നത് എന്ന് പറയുന്നത് ലാലേട്ടനും മമ്മൂക്കയും ആണ്. അവരെ നമ്മൾ വളരെ അത്ഭുതത്തോടെ ഇന്നലെ മമ്മൂക്കയുടെ ഒരു ഫംഗ്ഷനിൽ അപ്പം എത്രയോ വട്ടം മമ്മൂക്കയായിട്ട് സംസാരിച്ചുകൊണ്ട് ഇരുന്നിട്ടുണ്ടെന്നെങ്കിലും പിന്നെയും കാണുമ്പോൾ മമ്മൂക്ക തൊട്ടടുത്ത് ഇരിക്കുന്നു, ഞാനിരിക്കുന്നു, ഇങ്ങനെ നോക്കുന്നു, അപ്പൊ മമ്മൂക്ക ഇങ്ങനെ കൈ തരുന്നു. അത് നമുക്ക് ഒരുമാതിരി എർത്തടിക്കുന്ന പോലാണ് ഇപ്പോഴും. അപ്പം ലാലേട്ടനും അത് തന്നെ. ലാലേട്ടനായിട്ട് വളരെ അടുത്ത സൗഹൃദം കൊണ്ട് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ട്രാവൽ ചെയ്തിട്ടുണ്ട്. എന്നാലും ഇവരെ രണ്ടുപേരെയും ഇപ്പോഴും കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു ഇങ്ങനെ ഒരു ഷോക്ക് അടിക്കുന്ന പോലെ ഒരു അത്ഭുതം തന്നെയാണ്. അപ്പം ആൻഡ് വി ഗ്രൂ സീയിങ് ദം. അല്ലെ, നമ്മുടെ എല്ലാ മലയാളികളുടെ ഉള്ളിലും ഒരു ലാലേട്ടനോ മമ്മൂക്കയോ ഉണ്ട്. നമ്മൾ പറയുന്ന ഭാഷയിലും നമ്മൾ സംസാരിക്കുന്ന ഭാഷയിലും നമ്മൾ ബോഡി ലാംഗ്വേജിലും എല്ലാവരുടെ ഉള്ളിലും ഒരു ലാലേട്ടനോ മമ്മൂക്കയുണ്ട്. അല്ലേ? ഇല്ലെന്നില്ല. അവര് രണ്ടുപേരും നമ്മളെ ഒരുപാട് രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി ഐസ് ക്ലോസ്ഡ് അവർ രണ്ടുപേരും തന്നെയാണ്. എന്നാലും ഞാനൊരു ഐ എം എ ഹാർഡ് കോർ കമൽഹാസൻ ഫാൻ, ഹാർഡ് കോർ. പിന്നെ എനിക്ക് എത്ര കണ്ടാലും മതി വരാത്ത ഒരു ആക്ടർ എന്ന് പറയുന്നത് ജഗതി ചേട്ടനാണ്. എത്ര കണ്ടാലും അത് ഞാൻ സ്ട്രെസ് വരുമ്പോ ഒക്കെ ജഗദീഷ് ശ്രീകുമാർ കോമഡി സീൻസ് എന്ന് പറഞ്ഞ് അത് പുള്ളിയുടെ ഒരു
ഒരു കൈൻഡ് ഓഫ് അയ്യോ ഇംപ്രവൈസേഷൻ. പുള്ളി ഇരിക്കുന്നിടത്ത് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി എടുത്തിട്ട് പുള്ളി അതിനെ ഒരു ഇപ്പൊ ഒരു കോമഡി സീൻ കണ്ട ഒരു സദ്യ കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ പുള്ളിയുടെ എവിടെയാണ് ക്യാമറ വെച്ചിരിക്കുന്നത്, ഒന്നുമില്ല. അപ്പം ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി ആ ഇലയിലിരിക്കുന്ന പപ്പടം എടുത്തിട്ട് ഇങ്ങനെ വീശാണ്. ഒരു കാര്യമില്ല. അപ്പൊ അതാരും പറഞ്ഞു കൊടുത്തതല്ല, ഡയറക്ടർ എന്തായാലും പറഞ്ഞില്ല പപ്പടം എടുത്തൊന്നും വീശുന്നില്ല. പുള്ളി അവിടെ നിന്ന് വീശിയിട്ട് അതവിടെ വെക്കും. ആ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നിന്നിട്ട് എന്തെങ്കിലും എന്തായി മനുഷ്യൻ ചെയ്യാൻ. ഇപ്പൊ ഷർബത്ത് ഷമീർ എന്ന് പറയുന്ന ക്യാരക്ടർ ഞാനല്ല, എന്റെ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് യാതൊരു ബന്ധമില്ല. അതില് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ജഗതി ചേട്ടന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടായിരിക്കാം ആ അദ്ദേഹത്തിന്റെ അഭിനയം ഒരുപാട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതായിരിക്കാം. ചിലപ്പം ആ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് പറ്റിയ ഒരുപാട് ഓരോ മൈന്യൂട്ട് തിങ്സ് ഞാൻ പുള്ളി അഭിനയിക്കുമ്പോൾ നോക്കാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആക്ടറിൽ ഒരാള് ജഗതി ചേട്ടനാണ്. പിന്നെ തിലകൻ ചേട്ടന് എന്റെ അഭിനയം ഞാൻ അത്ഭുതത്തോടെ നോക്കി കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ്, കമൽ സർ എനിക്ക് നായകൻ എന്ന് പറയുന്ന സിനിമ ഞാൻ എത്ര വട്ടം കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല. വൺ ഓഫ് ദ എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു ലിസ്റ്റ് നമുക്ക് പറഞ്ഞു ഒരുപാടുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ലൈക്ക് എനിക്ക് നസറുദ്ദീൻ ഷായുടെ ആക്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നവാസുദ്ദീൻ സിദ്ദിഖി എനിക്ക് ഭയങ്കര. ഈ ന്യൂ കമേഴ്സില് അതുപോലെ പ്രോമിസിംഗ് ഉണ്ടോ? അതുപോലെ പ്രോമിസിംഗ് എന്ന് പറയാം, അതായത് നമുക്ക് ഇപ്പൊ ഭാവിയിൽ ഒരു മമ്മൂക്കയോ മോഹൻലാലോ ഒക്കെ ആയിട്ട് കാണാൻ പറ്റും. ഇനി അങ്ങനെ ഒരു ഇത് ഉണ്ടാവില്ല ഒരിക്കലും. അങ്ങനെ മമ്മൂക്കയും ലാലേട്ടനും ഇരിക്കുന്ന ഒരു ലെജൻഡറി സ്റ്റേറ്റസിലേക്ക് ഇനി ഒരാൾ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെ സിനിമ മാറി അങ്ങനെ ഒരു സ്റ്റേറ്റസിൽ അത്രയൊന്നും ഇനി അങ്ങനെ ഉണ്ടാവും. ഇനി ഞാൻ ചോദിക്കട്ടെ, ലൈക്ക് ഇനി ഒരു സച്ചിൻ ടെണ്ടുൽക്കർ ഉണ്ടാവുമോ? ഇനി ഒരു വിരാട് കോഹ്ലി ഉണ്ടാവുമോ? കാരണം ക്രിക്കറ്റ് മാറി അല്ലേ, ക്രിക്കറ്റ് മാറി ഷോർട്ടർ ഫോർമാറ്റിലേക്ക് എത്തി. അപ്പം നമ്മൾ ഇന്ന് കാണുന്ന ഫേസസ് അല്ല നാളെ വരുന്നത്. അപ്പൊ അത്രയും കണ്ടിന്യൂസ് ക്രിക്കറ്റ് കളിക്കുന്നവർ തന്നെ ഉണ്ടാവുമോ എന്നുള്ളത് സംശയം. അതേപോലെ തന്നെ ലാലേട്ടനും മമ്മൂക്കയൊക്കെ ഉണ്ട്, ഒരു വർഷത്തിൽ 7-8 സിനിമകൾ ചെയ്ത വർഷങ്ങളുണ്ട് അല്ലേ. പ്രേം നസീർ സാർ 15ഓളം സിനിമകൾ ഒരു വർഷം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ അത്രയും നമ്പർ ഓഫ് ഫിലിംസ്, അത്രയും പിന്നെ പല പല കാലഘട്ടത്തിലൂടെ അവർ കടന്നു പോയിട്ടുണ്ട്. അത്രയും എക്സ്പീരിയൻസ്, അതായത് ഫിലിമിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഡിജിറ്റലിൽ കണ്ടിട്ടുണ്ട്, സാറ്റലൈറ്റ് ബൂം കണ്ടിട്ടുണ്ട്, OTT ബൂം കണ്ടിട്ടുണ്ട്. അതായത് 15 ലക്ഷം രൂപയ്ക്ക് ചെയ്ത അന്ന് പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ഉണ്ടായിരുന്ന കിരീടത്തിന്റെ ബഡ്ജറ്റ് എന്തോ 23 ലക്ഷം രൂപയാണ്. ഇന്ന് 175 കോടി രൂപയുടെ സിനിമയിൽ ലാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അവര് അത്രയും ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും എക്സ്പീരിയൻസ് അങ്ങനെ ഒരു ലെജൻഡറി സ്റ്റേറ്റസിലേക്ക് ഇനി ഒരാളും എത്തുന്നില്ല. ഡെഫിനറ്റ്ലി ദർ വിൽ ബി ആക്ടേഴ്സ്, പക്ഷെ കാലഘട്ടത്തിനനുസരിച്ച് ഉള്ള മാറ്റങ്ങൾ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ഗുഡ് ആക്ടേഴ്സ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഇപ്പൊ ഓൾറെഡി തന്നെ നമുക്ക് ഉണ്ടല്ലോ, ഐ മീൻ വണ്ടർഫുൾ ആക്ടേഴ്സ്. നമ്മൾ മലയാളത്തില് എനിക്ക് തോന്നുന്നു മലയാളം ഇസ് ബ്ലെസ്ഡ് വിത്ത് ബഞ്ച് ഓഫ് ഹെവി ഡ്യൂട്ടി ആക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ടാലന്റ് ഉള്ള ആക്ടേഴ്സ്, ഒരു പൂൾ ഓഫ് ആക്ടേഴ്സ് ഉള്ളത് മലയാളത്തിൽ മാത്രമാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ വിദേശത്ത് എന്താ പറയാ, യൂറോപ്യൻ കൺട്രീസിലുള്ള ആൾക്കാർ റിയാക്ട് ചെയ്യൂല നമ്മുടെ മലയാളം മൂവീസ്. അപ്പൊ കയറി വരുന്ന ഒരു രോമാഞ്ചുണ്ട്. ആടിന്റെ റിയാക്ഷൻ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതായത് അവരത് കണ്ട് വാച്ച് ചെയ്തിട്ട് അവരുടെ റിയാക്ഷൻസ് അവര് പൊട്ടിച്ചിരിക്കുകയാണ്. ഭയങ്കര ഫണി ആയിട്ട് പടക്കളമൊക്കെ പഞ്ചാബിലൊക്കെ ഇരുന്നിട്ട് ചിലവര് ഇത് പുതിയൊരു ഓഡിയൻസ്. ഈ പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ നമ്മുടെ ഒരു പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 100 crore ക്ലബ് 200 crore ക്ലബ് എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ, ഇതൊരു സ്ട്രെസ് ആയിരുന്നു കേട്ടോ താങ്കൾക്ക്? അങ്ങനെ ഞാൻ ഒരിക്കലും അതിനെയൊന്നും ചെയ്യില്ല. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ബ്രേക്ക് ഈവൻ പ്ലസ് എക്സ് അതിന് കിട്ടുന്ന ബോണസ് അല്ലെ നമുക്ക് അങ്ങനെ. പക്ഷെ ആടിൽ അങ്ങനെ അല്ല കേട്ടോ, ആടിലേക്ക് ഒരുപാട് പൈസ വേണം, നമുക്ക് കുറെ നഷ്ടങ്ങളുണ്ടായിട്ട്. ആടിലേക്ക് ഒരുപാട് പൈസ വേണം, അത്രയും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നെ വിശ്വസിച്ച് ഒരു
പാവ മനുഷ്യൻ ഒരുപാട് പൈസ ഇട്ടിട്ടുണ്ട്. ആദ്യം അദ്ദേഹത്തിന്റെ പൈസ തിരിച്ചു കൊടുക്കണം, അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് പൈസ വേണം. കാരണം നമുക്ക് എപ്പോഴും ഒരു സിനിമ വരുമല്ലോ, നമുക്ക് ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ദാറ്റ് ഇസ് ഹാർഡ് ഫോർ മീ, പുട്ടിങ് ഓൾ ദി എഗ്സ് ഇൻ വൺ ബാസ്കറ്റ് എന്ന് പറയുന്നത്. സോ ആട് എന്ന് പറഞ്ഞാൽ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്, വി ഡിസേർവ് ഇറ്റ്. അപ്പം എനിക്ക് ഇത്രയും ഇതിലും വലിയൊരു കമേഴ്ഷ്യൽ സിനിമ എനിക്ക് ചെയ്യാൻ ഇനി ചെയ്യുമായിരിക്കാം, പക്ഷെ ഇനി ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമൊക്കെ ചെയ്യും. പക്ഷെ അത്രയും എഫർട്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, അത്രയും കമേഴ്ഷ്യൽ വാല്യൂ ഉണ്ട്, അത്രയും എല്ലാ ചേരുവകളും ഇട്ടിട്ടുണ്ട് എന്ന് നമ്മളെ കഴിഞ്ഞ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ബട്ട് ഇറ്റ്സ് എ ബിഗ് ബഡ്ജറ്റ് ഫിലിം. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ തന്നെ ടോപ്പ് 5 വരുന്നു, ടോപ്പ് 4 or 5 വരുന്നുണ്ട് ബഡ്ജറ്റ്. പക്ഷെ ഞാൻ എപ്പോഴും ഈ ഇത്ര കോടി അത്ര കോടി എന്ന് പറയാറില്ല. ഈ പറയുന്ന 100 കോടി എന്ന് പറയുന്ന പോലെയാണ് 100 കോടിയിൽ നിർമ്മിച്ച സിനിമ, 75 കോടിയിൽ നിർമ്മിക്കുന്ന സിനിമ, അതും ഞാൻ പറയാറില്ല. നല്ല പൈസ ആയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, കാശ് കുറെ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മലയാളത്തിലെ ടോപ്പ് മോസ്റ്റ് ബഡ്ജറ്റ് സിനിമകളിൽ 3-4 ഉള്ളിൽ തന്നെ ഇരുന്ന് വരുന്നു. പക്ഷെ അത് പറയാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, എന്തിനാ നമ്മൾ അങ്ങനെ ഒരു ബഡ്ജറ്റ് ഇട്ടിട്ടു ഓക്കെ നിങ്ങൾ ഇത്രയും അതൊന്നും കാണുന്നില്ലല്ലോ എന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മളൊരു സിനിമ ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല പൈസ ആയിട്ടുണ്ട്, അതെ അതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് പറയാം. അപ്പൊ ഇപ്പൊ ആരും ഐ ഡോണ്ട് വാണ്ട് എനിബഡി ഗോയിങ് ടു ദ തിയേറ്റർ വിത്ത് 75 കോടി രൂപയുടെ ഒരു പടം കാണാം. ശരിയാ, നമുക്ക് അങ്ങനെ ഇതാണോ നിങ്ങൾ 75 കോടി രൂപയ്ക്ക് ചെയ്ത്? അതിന്റെ ഒന്നും ആവശ്യമില്ല, നല്ല സൈസ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള. സോ ഐ ഡോണ്ട് ബിലീവ് ഇൻ നമ്മളിപ്പം ഞാൻ ഈ പടക്കളം ഇതായപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് ലാഭമായി, എത്ര അതൊന്നും പ്രശ്നമില്ല. അപ്പം പിന്നെ ഞാൻ എപ്പോഴും ആദ്യം തൊട്ടേ പണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴും എന്താണ് വിജയബാബുവിന് പ്രൊഡക്ഷൻ എന്നുള്ളത്, ഞാൻ പറഞ്ഞു അടുത്ത സിനിമ ചെയ്യാൻ ഉണ്ടാവണം. അടുത്ത സിനിമ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ മുടക്കിയ പൈസ തിരിച്ചു കിട്ടണം, പ്ലസ് അതിന്റെ നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തതിന്റെയും നമ്മളതിന് എടുത്ത റിസ്കിന്റെയും ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കൂടെ കിട്ടണം. അത്രേ ഉള്ളൂ. നമുക്ക് ഇനി സിനിമ ചെയ്യാൻ അറിയാം. ഐ ഡോണ്ട് ബിലീവ് സിനിമ ഇസ് എ ലക്ക്. അതില് ഭാഗ്യം എന്ന് പറയുന്നത് അത് കറക്റ്റായിട്ട് അതെല്ലാം കൂടെ, അതായത് നമ്മളിപ്പം 4 P's ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പോലെ നമ്മളിപ്പോൾ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ മഴ പെയ്യാതിരിക്കുന്നത് ഭാഗ്യം, ഒരു പാൻഡമിക് വരാതിരിക്കുന്നത് ഭാഗ്യം, ഒരു സിനിമ നടത്തുമ്പോൾ നമ്മൾ ഒരുപാട് പേര് യൂണിയനാണ്, അവിടെ ആർക്കും ഒരു ആക്സിഡന്റോ അതുകൊണ്ട് ആ സിനിമ നിൽക്കാത്തത് ഭാഗ്യം, നമ്മൾ ആ സിനിമ സ്ക്രിപ്റ്റിലുള്ള പോലെ ഉരുത്തിരിഞ്ഞു വരുന്നത്, എല്ലാം ഒത്തുവരുന്നത്, ഒരാളും മിസ്റ്റേക്ക് ആയാൽ മതി, ഒരു ആക്ടർ മോശമായാൽ മതി, അല്ലെങ്കിൽ ക്യാമറമാൻ മോശമായാൽ മതി, മ്യൂസിക് RR മോശമായ ഒരു സിനിമ, അപ്പം എല്ലാം കൂടെ ഒത്തുവരുന്നത് കറക്റ്റ്, ആ മിക്സ് കറക്റ്റ് ആവുന്നത് ഭാഗ്യം. അല്ലാതെ സിനിമ മൊത്തത്തിൽ ഭാഗ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾക്ക് കറക്റ്റായിട്ട് അത് ചെയ്യാൻ അറിയാം. അതുകൊണ്ട് അടുത്ത സിനിമ ചെയ്യാൻ ആ പൈസ ഇങ്ങനെ തിരിച്ചു തരണേ എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അൾട്ടിമേറ്റ്ലി ഇത് ഭാഗ്യമല്ല, ഒരു കൈൻഡ് ഓഫ് ബിസിനസ് ആണല്ലോ. ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ബിസിനസ്. അത് ഞാൻ ഈ ബിസിനസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇപ്പോ ഈ സൂപ്പർസ്റ്റിഷൻസിനെ പറ്റിയും സംസാരിക്കാറുണ്ട് സിനിമയിൽ, പ്രത്യേകിച്ച് നമ്മൾ പ്രൊഡക്ഷൻ പ്രൊഡ്യൂസേഴ്സിനെ പറ്റി സംസാരിക്കും. പക്ഷെ ചിലർ പറയും ഈ ആൾക്ക് കഴിഞ്ഞ 2 പടം വർക്കായില്ല, അതുകൊണ്ട് അതൊരു ഭാഗ്യമില്ലാത്തൊരു അൺലക്ക് ഫാക്ടറാണ്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പർ വേണം, എനിക്ക് റൂം ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പർ വേണം. ഈ സൂപ്പർസ്റ്റിഷൻസിലൊക്കെ വിശ്വാസം അങ്ങനെ ഐ എം ഗോഡ് ഫിയറിംഗ് ആണ്. പക്ഷെ സൂപ്പർസ്റ്റിഷൻസിൽ നമ്മളിപ്പം കൊച്ചിലെ നമ്മളെ വളർത്തിക്കൊണ്ടുവരുമ്പോ അച്ഛനമ്മമാര് പറഞ്ഞു തരുന്ന ചില സൂപ്പർസ്റ്റിഷൻസ് അത് നമ്മുടെ ഉള്ളിൽ കയറിപ്പോവും. അത് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം. അപ്പം രാവിലെ ഇന്ന ദിവസം ഇപ്പം കുളിച്ചിട്ട് അമ്പലത്തിൽ പോയിട്ട് വല്ലതും കഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചെറിയ നമ്മളെ, അതല്ല അതൊരു സൂപ്പർസ്റ്റിഷൻ ആണെന്നല്ല, അതൊരു കസ്റ്റമാണ്. ആ കസ്റ്റംസ് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ സൂപ്പർസ്റ്റിഷനെ വിശ്വസിക്കുന്നു. ഞാനിപ്പോ ഷൂട്ടിങ്ങിന് ഇറങ്ങി വരുമ്പോ പൂച്ച കുറുക്കിയാടി എന്ന് പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിനകത്തോട്ട് പോയി ഇരിക്കത്തില്ല. നമുക്ക് ഏത് കുഴപ്പമില്ല, ഏത് കാരണം പറയാനും കുഴപ്പമില്ല, ഏത് കാരണം പറയാനും കുഴപ്പമില്ല. അതിലൊന്നും ഒരു കാര്യമില്ല. പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും അതില്ലേ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരുപാട്. സിനിമ ഒരു ഭാഗ്യമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് സൂപ്പർസ്റ്റിഷനിൽ വിശ്വസിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, സിനിമ ഒരു ഭാഗ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊരു ഹാർഡ് വർക്ക് ആണെന്നും അത് മറ്റ് ഏത് പ്രോഡക്റ്റിനെയും പോലെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് തന്നെയാണ് സിനിമ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ
ഈ ഭാഗ്യം ആണ് സിനിമ ലക്ക് നമുക്ക് അടിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കുന്നവർക്കാണ് സൂപ്പർസ്റ്റിഷൻസിലും വിശ്വാസം ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഡിപ്ലോമസിയുടെ ഒരു ഫീൽഡ് കൂടിയാണോ സിനിമ? ഡിപ്ലോമസി വേണം, പക്ഷെ എപ്പോഴും ഡിപ്ലോമസി കൊണ്ട് മാത്രം നമുക്ക് പിടിച്ചിരിക്കാനും പറ്റില്ല. ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഞാൻ കുറെ നമ്മൾ കോർപ്പറേറ്റിൽ ഇരുന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ ഡിപ്ലോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ശ്രമിക്കാറുണ്ട്. എൻ്റെ ഒരു വേ ഓഫ് അപ്രോച്ചിങ് തിങ്സും അങ്ങനെ തന്നെയാണ്. ഒരു 80% ടൈം അത് വർക്ക് ആവാറുണ്ട്. ഇൻഡസ്ട്രിയിൽ ഡിപ്ലോമസി ഇല്ലാതെ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. പക്ഷെ ചിലയിടത്ത് അത് വർക്ക് ആവാറുമില്ല. ചിലയിടത്ത് നമ്മൾ അഗ്രസീവ് ആയാലേ നിൽക്കുള്ളൂ. ടേക്ക് ദ ബുൾ ബൈ ദ ഹോൺസ് എന്നാണ്. ഈ അതുപോലെ തന്നെ സിനിമയിലുള്ള ബന്ധങ്ങൾ, അതായത് എല്ലാരും പറയുന്നത് ടെമ്പററി അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ടുള്ള ഫ്രണ്ട്സും ഇല്ല, പെർമനന്റ് ആയിട്ടുള്ള എനിമീസും ഇല്ല എന്ന് പറയും. സോ ഹൗ ഡു യു മാനേജ് ദിസ്? ഇതിനൊരു ബാലൻസ് വേണ്ട ആക്ച്വലി ഈ ഡിപ്ലോമസിയുമായിട്ട് കണക്ട് ചെയ്ത്. എല്ലാ ബന്ധങ്ങളും അങ്ങനെയാണെന്നുമല്ല. ചില സ്ട്രോങ് ബോണ്ടിങ് ഉള്ള ഗ്രൂപ്പ്സ് ഉണ്ട്. പക്ഷെ ഒരു മെജോറിറ്റി ഈ പറയുന്ന സ്ഥായി ആയിട്ടുള്ള ഒന്നുമില്ല എന്ന് അങ്ങനെയുള്ളൂ. ഐ മീൻ ഓരോ ഫ്രൈഡേയും ഓരോ പുതിയ പുതിയ ആൾക്കാർ വരുന്നു, പുതിയ പുതിയ റിലേഷൻഷിപ്സ് വരുന്നു. എന്ന് വെച്ചാൽ ഒരു ഡയറക്ടർ ഒരു ആക്ടർ ഒരു സിനിമ ചെയ്യുന്നു, ഒരു ബോണ്ടിങ് ഉണ്ടാവും. നാളെ ആ ആക്ടർ വന്ന പോലെ തന്നെ പോയിട്ടുണ്ടാവും എന്ന് വെച്ചിട്ട് ആ ഡയറക്ടർ പുള്ളി വെച്ച് തന്നെ പടം എടുക്കണമെന്നൊന്നുമില്ല, അടുത്ത ആക്ടറിലേക്ക് പോകും. അപ്പം അങ്ങനെ ഇപ്പം ഞാൻ ഒരു പ്രൊഡ്യൂസറാണ്, ഞാൻ ഒരു ആക്ടറെ വെച്ച് പടം ചെയ്തു, പിന്നെ എനിക്കത് ചെയ്യണമെന്ന് തോന്നില്ല. ആ സിനിമ എടുക്കുമ്പോൾ നമ്മൾ 100-120 ദിവസം ഒരുമിച്ചുണ്ട് അല്ലേ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ. പക്ഷെ നാളെ ആക്ടർ ഇൻഡസ്ട്രിയിൽ നന്നായി പോണില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നില്ല. ഇപ്പം ഞാനെന്നല്ല ആരല്ല. അപ്പം അങ്ങനെ ഒരു ഒരു ബന്ധമൊന്നും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നത്തിങ് ഇസ് പെർമനന്റ്. ആക്ടിംഗ് ആണോ അതോ പ്രൊഡക്ഷൻ ആണോ നമ്മൾ ആക്ച്വലി പാഷനേറ്റ് ആയിട്ടും അതുപോലെ തന്നെ എൻജോയ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു ആക്ടിംഗ് ആയിരിക്കും പ്രൊഡക്ഷനെക്കാട്ടിലും കുറച്ചുകൂടെ ചെയ്യാൻ പറ്റുക. എനിക്ക് പ്രൊഡക്ഷനും ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ ചാനലിൽ ഇരിക്കുമ്പം ചെയ്തു വന്ന, ഞാൻ പറഞ്ഞില്ലേ, ചെയ്തു വന്ന ജോലിയാണ്. പ്രൊഡക്ഷനും ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. എനിക്ക് ആ സ്ക്രിപ്റ്റ് സെലക്ഷനും ഞാൻ ഓരോ പ്രോസസ്സും ഞാൻ എൻജോയ്. ആക്ടിങ് ഈസ് നമുക്ക് സ്ട്രെസ് ഫ്രീ ആയാൽ മാത്രമേ ആയാലും. ആക്ടിങ് അത്ര സ്ട്രെസ്സുള്ള പണിയല്ല. ഇനി ആരത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണെന്ന് പറഞ്ഞാലും അത് ചുമ്മാ ജാടയ്ക്ക് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് നാച്ചുറലി നമുക്ക് ഒരു വട്ടം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു നാച്ചുറൽ ആക്ടറിന് ഈസി ആയിട്ട് അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റും. ആക്ടിങ് അത്ര സ്ട്രെസ്ഫുൾ പണിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് വെരി എളുപ്പമുള്ള പണിയാണ് കമ്പാരിറ്റീവ്ലി. ഇപ്പോൾ ഡയറക്ടറിനെ വെച്ചും അല്ലാന്നുണ്ടെങ്കിൽ ആ സെറ്റിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഏറ്റവും പഴയ രാജാക്കന്മാരാണ് ഇന്നത്തെ ആക്ടേഴ്സ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. പഴയ രാജാക്കന്മാരാണ് ഇന്നത്തെ ആക്ടേഴ്സ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവർക്ക് എല്ലാ പ്രിവിലേജസും ഉണ്ട്, ഓൾ പ്രിവിലേജസ് എല്ലാം അവർക്ക്. ഇറ്റ്സ് ഓൺ എ പ്ലാറ്റർ. സോ മോസ്റ്റ് പ്രിവിലേജ്ഡ് സെക്ഷൻ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിലെ ആക്ടേഴ്സ് തന്നെയാണ്. നമ്മൾ ഇത്രയും മൂവീസ് എടുക്കുമ്പോൾ, താങ്കൾ പ്രൊഡ്യൂസ് ചെയ്തതോ അല്ലെങ്കിൽ താങ്കൾ ഭാഗമായിട്ടുള്ള മൂവീസ് എടുക്കുമ്പോൾ നമുക്കറിയാം അപ്സും ഉണ്ട്, ചിലതൊക്കെ നമ്മൾ വിചാരിച്ച പോലെ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച പോലെ വരില്ലല്ലോ. അപ്പോൾ ഈ ഫെയിലിയേഴ്സിൽ നിന്ന് അടുത്ത സക്സസ് അല്ലെങ്കിൽ അടുത്തൊരു വർക്കിലോട്ട് പോകാനുള്ള ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണ്? ഐ മീൻ അവിടെ വീണ് കടന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. അല്ല, നമ്മളിപ്പോൾ ഓരോ സിനിമ എടുക്കുമ്പോൾ ഇത് ഫെയിൽ ആവുമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ എടുക്കുന്നത്. അതെ, നമ്മൾ ഒരു സിനിമയെ അങ്ങനെ എടുക്കാറില്ല. അപ്പം പക്ഷെ ഓരോന്നിനും ഒരു സ്ട്രാറ്റജി ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ആ സ്ട്രാറ്റജി ഫെയിൽ ആയി പോകും. അതുകൊണ്ട് മാത്രം വരുന്ന ഫെയിലിയറാണ്. ഇപ്പൊ എനിക്ക് 24 സിനിമകളിൽ ഐ എം ടച്ച് വുഡ്, എനിക്ക് 80% സക്സസ് റേറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഓൺലി ബോക്സ് ഓഫീസ്. ഇപ്പൊ ആട് 1 ബോക്സ് ഓഫീസ് ഫെയിലിയർ ആണെന്ന് പറയും, ശരിയാണ്. പക്ഷെ എനിക്ക് ഫൈനാൻഷ്യൽ ഫെയിലിയർ അല്ല അത്. You understand? അപ്പൊ 80% സക്സസ് റേറ്റ് എന്ന് പറയുന്നത് ഐ ഹാവ് നോട്ട് ലോസ്റ്റ് മണി ഇൻ 80% ഓഫ് ദ ഫിലിംസ് വിച്ച് ഐ മെയ്ഡ്. ബട്ട് 20% ലോസ് ആയത് ഓഫ് ലേറ്റ് ആണ് അങ്ങനെ വന്നിട്ടുള്ളത്. അതിൽ എനിക്ക് എടുത്തു പറയാൻ പറ്റും, എനിക്ക് തോന്നുന്നു മുത്തുഗൗ ആയിരിക്കണം ആദ്യത്തെ ഒരു എൻ്റെ ബിസിനസ്. പക്ഷെ അന്ന് മുത്തുഗവും അടികപ്പേരെ കൂട്ടമണിയും ഒരു ബിസിനസ് പ്ലാൻ ആയിരുന്നു. അത് മനസ്സിലായില്ല. ഒരു ബിസിനസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഷൂട്ട് തുടങ്ങി ഒരേ ദിവസം ഷൂട്ട് തീർന്നു, രണ്ടും ട്രിവാൻഡ്രത്തെ. അപ്പം
അപ്പൊ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ബിസിനസ് പ്ലാനാണ്. അപ്പൊ അടികപ്പേരെ മെയ്ഡ് ഫോർ ബോത്ത് ഫിലിംസ്. അപ്പം അന്നും പക്ഷെ അത് മുതുകം എന്റെ ഫേവറേറ്റ് ഫിലിമാണ്, വിപിൻ ദാസിന്റെ ഫസ്റ്റ് ഫിലിം. വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫിലിംസ് ആണത്. അത് വർക്ക് ആവാഞ്ഞതിന് അതിന്റെ റീസൺ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഒത്തുവരുമ്പോഴാണ് ഒരു സിനിമ. അത് ഇറക്കിയ ടൈം ഇലക്ഷൻ ടൈമിലായിരുന്നു. അപ്പൊ അത് റോങ് ടൈമിൽ റിലീസ് ചെയ്ത ഒരു സിനിമ. പിന്നെ എനിക്ക് ഈ ഓഫ് ലൈറ്റിൽ ഇപ്പം തീർപ്പ് എന്ന് പറയുന്ന സിനിമ, അത് OTT ക്ക് വേണ്ടി ചെയ്ത ഫിലിമാണ്. OTT യിൽ റിലീസ് ചെയ്യാൻ വേണ്ടി എഗ്രിമെന്റ് വരെ വെച്ച ഫിലിമാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഡിലേ ആവുകയും പാൻഡമിക് എൻഡ് ചെയ്യുകയും തിയേറ്റേഴ്സ് ഓപ്പൺ ആവുകയും ചെയ്തു. തിയേറ്റേഴ്സ് ഓപ്പൺ ആവുകയും ചെയ്തപ്പോൾ അത് ഡെഫിനറ്റ്ലി അതൊരു നോൺ തിയേറ്ററിൽ റിലീസ് ആവുന്ന സിനിമയല്ല. ദെൻ ദ പ്ലാറ്റ്ഫോമിന്റെ റൂൾ മാറുകയും അത് തിയേറ്ററിൽ റിലീസ് ചെയ്യണം, എന്നാൽ മാത്രമേ ഇത് അറിയാൻ പറ്റില്ല. അവരുടെ പോളിസിയാണ്. ആ പോളിസിയിൽ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അല്ല, നിങ്ങൾ അത് നമ്മുടെ ഭാഗത്തൊന്നും ഡിലേ ഉണ്ട്. ആ ഡിലേ വന്നത് കൊണ്ടാണ് അങ്ങനെ വന്നത്. അങ്ങനെ അത് തിയേറ്ററിൽ റിലീസ് ചെയ്യേണ്ടി വന്നു. സോ അതിൻ്റെതായ എന്ന് വെച്ചാൽ ഫൈനാൻഷ്യൽ ലോസ് ആണെന്ന് ജസ്റ്റ് പറയുകയാണ്. പിന്നെ വാലാട്ടി എന്ന് പറയുന്ന സിനിമ, വാലാട്ടി ഡെഫിനറ്റ്ലി അതും ഒരു കൈൻഡ് ഓഫ് മൈൽസ്റ്റോൺ ആണ്. അത് മൈൽസ്റ്റോൺ ആണ്. ബട്ട് അതില് പ്രീ പ്രൊഡക്ഷനിൽ തന്നെ 2 കോടി രൂപയ്ക്ക് മേലെയായ സിനിമയാണ്. അങ്ങനെ ചെയ്യേണ്ട ഒരു സിനിമയാണ്. കാരണം ആ ഡോഗ് കുട്ടികളെ വാങ്ങിച്ച് നമ്മൾ ഫാം ഹൗസിൽ സെറ്റ് ചെയ്ത് ട്രെയിനിങ് തുടങ്ങിയപ്പോഴാണ് പാൻഡമിക് വരുന്നത്. അങ്ങനെ 3 വർഷത്തോളം ഇതിനെ നമ്മൾ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ അതിനെ ഡോക്ടർ, ട്രെയിനേഴ്സ് ഇതിനെയൊക്കെ വെച്ച് നമ്മൾ അതിനെ ട്രെയിൻ ചെയ്യിച്ചു. അതിനെ ഒരു എത്രയോ 5-6 പേരും ഇത്രയും പേരെ നോക്കണ്ടേ. അപ്പൊ അങ്ങനെ കോസ്റ്റ് നമ്മുടെ കൈ നിന്നില്ല. അത് ബാലാട്ടിയുടെ കോസ്റ്റ് ഓൾമോസ്റ്റ് 8.59 crores ആയിട്ടുണ്ട്. അപ്പം അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇടുന്നതാണ് അത്. പക്ഷെ നമ്മുടെ പ്ലാൻ തെറ്റുന്നത് എവിടെയാന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ കുട്ടികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഈ ഒരുപാട് കാർട്ടൂൺ ഫിലിംസ്, അനിമേഷൻ ഫിലിംസ് ഇതെല്ലാം വരികയും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റിയൽ ഡോഗ്സിനെ വെച്ച് ചെയ്തോ അല്ലെങ്കിൽ ഇത് അനിമേഷൻ ആണോ, അതൊന്നും ആ വ്യത്യാസം ഇല്ല. അത് പിന്നെ നമുക്ക് നമ്മള് മുതിർന്നവർക്കാണ് ഓക്കെ അതിന്റെ ഇത് ഇങ്ങനെ, പക്ഷെ ഇത് ഉണ്ടാക്കിയത് കുട്ടികൾക്ക് വേണ്ടിയാണ്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് അപ്രസക്തമാണ്. വർക്ക് ആയത് കുറച്ചുകൂടി എൽഡേഴ്സിലായിട്ടാണ്. എനിക്കത് ഭയങ്കര വർക്കായി. OTT ഗംഭീരമായിട്ട് വർക്കായി, തിയേറ്ററിക്കലി വർക്കായില്ല. അപ്പം അങ്ങനെ ഈ കുറച്ച് സിനിമകളാണ് നമുക്ക് നമ്മളുടേതല്ലാത്ത റീസൺ കൊണ്ടിട്ട് വർക്കാവാഞ്ഞ സിനിമ. അത് നമുക്ക് അതിന്റെ റീസൺ വൈ എന്നുള്ളത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് പിന്നെ മറ്റുള്ള സിനിമയ്ക്ക് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഈ സിനിമ എന്തുകൊണ്ടായില്ല എന്ന് വെച്ചാൽ നമ്മൾ എന്താണോ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് അടുത്ത പടത്തിൽ ചെയ്യുന്നത്. അല്ലാതെ ഇത്ര നമുക്ക് 2 ഫ്ലോപ്പായി ഇനി ഒരു ഹിറ്റ് ഉണ്ടാക്കാതൊന്നുമില്ല. ഇപ്പം പടക്കളം വർക്കാവുന്നു. നമുക്ക് ഇപ്പം കോവിഡ് സമയത്ത് ഉണ്ടായിരുന്ന ബാക്ക്ലോഗ് കളയുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു ഇത്. അത് തീർന്നു കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് നമ്മൾ 3 വർഷത്തിന് ശേഷം ഫ്രഷ് ആയിട്ട് തുടങ്ങിയ സിനിമയാണ് പടക്കളം. അത് വർക്കായി. അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് ആട്. അത് വർക്കാവും എന്ന് വിചാരിക്കും. അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന സിനിമയാണ് കാലന്റെ തങ്കക്കുടം എന്ന് പറയുന്നത്. അത് എനിക്ക് ഹ്യൂമറിനോട് ഒരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ട്. അപ്പം ഹ്യൂമർ സിനിമകൾ എന്ന് പറയുമ്പം നമുക്ക് നോ പറയാൻ തോന്നുന്നില്ല. പക്ഷെ ഇനി ഞാനത് ചെയ്യില്ല. ഇനി ഒരു ത്രില്ലർ പരിപാടി പിടിച്ചിട്ട് ഇവിടെ ബാക്കി കാര്യമെന്ന് പറഞ്ഞ് ഉണ്ടാക്കാതല്ലോ. തുറന്നതാണോ ആക്ച്വലി ഹ്യൂമർ തങ്ങളെ കാണുമ്പോൾ എനിക്ക് എന്തായാലും ചോദിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ജസ്റ്റ് വാണ്ട് ടു താങ്ക് യു ഫോർ ദ മൂവി ഹോം. വാട്ട് എ മൂവി. ഓക്കെ, ഇതുപോലുള്ള സിനിമകൾ ആക്ച്വലി ഇപ്പോ ഈ ലിസ്റ്റ് എടുക്കുമ്പോഴേ പറഞ്ഞ വാലാട്ടി അതൊരു എന്താ പറയാ വേറെ തന്നെ ഒരു പടമാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ മൈൽ സ്റ്റോൺ ആണ്. അപ്പൊ പിള്ളേർക്ക് അതിന്റെ ഒരു പരിപാടി മനസ്സിലായിട്ട് മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നിങ്ങളെ തന്നെ മാർക്കറ്റ് ചെയ്യുന്നുണ്ടോ? അത് തന്നെ പറഞ്ഞു അങ്ങനെ വരുന്നുള്ളൂ. എന്താ അത് നമ്മളവരുടെ ബന്ധം അങ്ങനെയാണ്. ഷാജി പാപ്പൻ, മൈൽ സ്റ്റോൺ. അപ്പോ വാലാട്ടി എന്ന് പറയുന്നൊരു പടം, അത് മൈൽ സ്റ്റോൺ വീണ്ടും വരുന്നത്. ഓക്കെ, അത് കുറച്ച് ഡിഫറെന്റ് ആണല്ലോ. ഇപ്പൊ സൂഫി സുജാതയുമാണെന്നുണ്ടെങ്കിലും ഈ പാൻഡമിക്കിൽ നമുക്ക് വന്നൊരു സമാധാനം എന്ന് പറയുന്നൊരു കാര്യം. അതേപോലെ ഹോം വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാഷണൽ അവാർഡ് പോലും വിൻ ചെയ്തൊരു പടം. എല്ലാം എവിടെയൊക്കെയോ ഒരു ബേസ് സാധനം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ കോമഡി, താങ്കൾ പറഞ്ഞ തമാശയും കോമഡിയൊക്കെയാണ്. ബട്ട് സ്റ്റിൽ
നല്ല അതെ പറഞ്ഞു രീതിയിൽ ഇന്നർ ലെയർ കോമഡി പോയിക്കൊണ്ടിരിക്കും. അതെ അതെ, പക്ഷെ ചിന്തിപ്പിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ചിന്തിപ്പിക്കുന്നുണ്ട്. ഈ സ്ക്രിപ്റ്റ്സ് വരുമ്പോഴല്ലോ എന്താണ് ആക്ച്വലി ക്രൈറ്റീരിയ ഇത് നമുക്ക് ചെയ്യാന്നുള്ളത്? താങ്കളെ അതെ ഇൻഫ്ലുവൻസ് പറഞ്ഞെ, ചെയ്യുന്നത് എനിക്ക് എടുക്കുവാണോ അതോ? എനിക്ക് നമ്മളെ ഏത് ജോണർ എന്നുള്ളതല്ല, ആ നമുക്ക് അത് അതിലൊരു ഹുക്ക് വേണം. എന്നെ അത് ഇൻട്രസ്റ്റ് ആണ്. ചിലപ്പം ആ പലർക്കും പറഞ്ഞിട്ടുണ്ട് എന്നെ ചിലപ്പോൾ ടൈറ്റിൽ അട്രാക്ട് ചെയ്യും, ആ എൻ്റെ ഒരു കോൺസെപ്റ്റ് ആ അട്രാക്ട് ചെയ്യും. ആ. പിന്നെ നമ്മൾ അത് ഇരുന്ന് ചെയ്യാണ്. ഉം. അങ്കമാലി ഡയറീസ് 2017 അത് കഴിഞ്ഞ ഉടനെ ആട് 2 വന്നു. 2 ഹിറ്റുകൾ ആയിട്ട് നിൽക്കുമ്പോൾ ആണ് അടുത്ത പടം. പലരും എന്നോട് പറഞ്ഞു ഇനി ഫ്രൈഡേ ഫിലിം ഹൗസിന് ചെറിയ പടങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ, 10 വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ് ആട്, ഇനിയും ഇത് ചെയ്യണം അത് ചെയ്യണം. ആ നോക്കാം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അഹമ്മദ് കബീർ ജൂണുമായിട്ട് വരുന്നത്. അപ്പൊ അഹമ്മദ് കബീർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഈ ചെറിയ പടങ്ങൾ വല്ലതും. ചെറുതുമല്ല, നിങ്ങളെല്ലാം തീരുമാനിക്കുന്ന ചെറുതുമല്ല, കഥ പറ. അല്ല ഞാൻ 10-16 പേരോട് ഇത് പറഞ്ഞിട്ടുണ്ട്, അവർക്കാർക്കും വർക്കായില്ല. അപ്പൊ സാറിന് വർക്ക് നിങ്ങൾ പറ. അങ്ങനെയാണ് ആ കഥ കേൾക്കുന്നത്. എനിക്ക് അന്ന് തന്നെ വർക്ക്, അന്ന് തന്നെ അഡ്വാൻസ് കൊടുത്തു. എനിക്കൊന്ന് വിത്തിൻ 2 months നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പം അപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, ഞാൻ ജൂൺ എന്ന് പറയുന്നൊരു സിനിമയാണ് ചെയ്യുന്നത്. എന്തിനാ പിന്നെ ഇങ്ങനെ കൊച്ചു പടങ്ങൾ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു എനിക്കത് കൊച്ചായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അന്ന് രജീഷ ഒരു പടത്തിൽ അഭിനയിച്ചു. രജീഷ ഇസ് റിലേറ്റീവ്ലി എ ഫ്രഷർ അല്ലേ, പക്ഷെ നല്ല സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ജോജു അന്ന് ജോസഫ് ഇറങ്ങിയിട്ടില്ലല്ലോ. അപ്പൊ ജോജു ഇന്ന് കാണുന്ന ജോജു അല്ല, പഴയ ജോജു. അർജുൻ അശോകൻ ഒരു പടത്തിൽ കണ്ട് അഭിനയിച്ചിട്ടുണ്ട്, ഇതിലും ഒരു ചെറിയ റോളാണ്. പിന്നെ ബാക്കി എല്ലാം ന്യൂ കമേഴ്സാണ് അല്ലേ. അപ്പൊ ബേസിക്കലി ഇറ്റ് ഇസ് ഒരു ഫ്രഷർ സിനിമ തന്നെയാണ് അത്. അപ്പൊ അത് നല്ല റിസ്ക്, അത്യാവശ്യം നല്ല കോസ്റ്റ് ആയ സിനിമയാണ്. ബിക്കോസ് രജീഷയുടെ മുടി വെട്ടുന്നതനുസരിച്ചാണ് അത് ഷൂട്ട് ചെയ്യേണ്ടത്, ബാക്ക്വേർഡ്സ് ആണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ലൊക്കേഷൻ ബേസ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പം പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഒരു വീടാണെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാ സീൻസും നമ്മൾ ഷൂട്ട് ചെയ്യാം. ഒരു ഏരിയ ആണെങ്കിൽ അത് മൊത്തം ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആർട്ടിസ്റ്റിന്റെ ബേസിൽ ഷൂട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇന്ദ്രൻ ചേട്ടൻ വന്നു, ഇന്ദ്രൻ ചേട്ടന്റെ പോർഷൻസ് എല്ലാം ഷൂട്ട് ചെയ്തിട്ട് അദ്ദേഹത്തെ പാക്ക്. ഇവിടെ അത് പറ്റത്തില്ല. രജീഷയുടെ വീട്ടിൽ തന്നെ നമ്മൾ പലവട്ടം വരണം. മുടിയുള്ള സമയത്ത് വരണം, മുടി ഇല്ലാത്ത സമയത്ത് വരണം. അപ്പൊ ആ വൈക്കത്തെ ലൊക്കേഷനിൽ നമ്മള് ആദ്യം ഷൂട്ട് ചെയ്യണം, രജീഷയുടെ കല്യാണം ഷൂട്ട് ചെയ്യണം, മുടി വെട്ടി. അല്ലാതെ ഇടയ്ക്ക് വരുന്നുണ്ട്, മറ്റേ കോളേജ് ടൈമിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയും പോയി മുടി വെട്ടി സ്കൂൾ ടൈമിലേക്ക് വരണം. അപ്പൊ ആ ഒരു പ്രോസസ്സ് നമ്മൾ ഈ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ നമുക്ക് അത് പോയില്ലായിരുന്നു. അങ്ങനെ അത് നമ്പർ ഓഫ് ഡേയ്സ് അങ്ങനെ കൂടുതൽ എടുത്തൊരു സിനിമ. അപ്പൊ അത് നല്ല റിസ്ക് എടുത്ത സിനിമയാണ്. പക്ഷെ പറഞ്ഞു വന്നത്, എനിക്ക് ആ സമയത്ത് അത് ചെയ്യാനാണ് തോന്നിയത്. അന്ന് കുറെ കഥകൾ നമുക്ക് ഒരു അറ്റ് എ ടൈം ഒരു സിനിമയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ഫാക്ടറി പോലുള്ള സിനിമകൾ. അപ്പം അന്ന് നമ്മൾ ആ ഇരുന്ന 5-6 ഓപ്ഷൻസിൽ എനിക്ക് ചൂസ് ചെയ്യാൻ തോന്നിയത് ആ സിനിമയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ അത് എന്നെ എക്സൈറ്റ് ചെയ്തു. അത് എന്താണ് അതിൽ എനിക്ക് അന്ന് എക്സൈറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ, ആ സമയത്ത് അത് പറയണമെന്ന് തോന്നി. കോവിഡ് സമയത്താണ് ഹോമിന്റെ തോട്ട് റോജൻ എന്നോട് മുമ്പേ പറയണ്ട തോട്ട്. പക്ഷെ കോവിഡ് സമയത്ത് തന്നെ എഴുതി തീർത്ത്, കോവിഡ് സമയത്ത് തന്നെ ഷൂട്ട് ചെയ്ത്, കോവിഡ് സമയത്ത് തന്നെ റിലീസ് ചെയ്ത പടമാണ് ഹോം. ബിക്കോസ് ആ സമയത്ത് ഗാഡ്ജറ്റ്സ് അഡിക്ഷൻ അല്ലെങ്കിൽ അഡിക്ഷൻ നമുക്ക് കൂടി വന്ന സമയത്ത് അത് അപ്പം പറയേണ്ട കഥയായിട്ട് നമുക്ക് തോന്നി. ഇറ്റ്സ് ഓൾവേസ് സെഡ് ദാറ്റ് നമ്മുടെ സൊസൈറ്റി നിൽക്കുന്ന ഒരു മൂഡില്ലേ, ആ സമയത്ത് നമ്മുടെ ചുറ്റും ഇരിക്കുന്ന ആ ഒരു മൂഡ് നമ്മുടെ സിനിമേനെ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. ആ സമയത്ത് ആ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയെ അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പം നാത്താൻ കേസ് കൊടുക്കുന്നു എന്ന് പറയുന്ന സിനിമ അന്ന് വർക്കാവുന്നതിന്റെ ഒരു കാരണം, അന്ന് ഈ റോഡിലെ കുഴി ഒരു വലിയ പ്രശ്നമായിരുന്നു അല്ലേ. അപ്പൊ അതും കൂടെ എലിവേറ്റ്, അതും കൂടെ ആ സിനിമയുടെ ഇതാവാണ് അതായത് ഓഡിയൻസ് അതിനെ റിലേറ്റ് ചെയ്യും, അതിനോടൊപ്പം ട്രാവൽ ചെയ്യുന്ന ഒരു ഇതാണ്. ഇപ്പൊ 2018 എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത് നമ്മള് മലയാളികളെ ഏറ്റവും ഞെട്ടിച്ച ഒരു സംഭവമാണ് ആ വെള്ളപ്പൊക്കം അല്ലെ. അപ്പൊ അത് എല്ലാ മലയാളികളും അനുഭവിച്ചിട്ടുള്ള അപ്പൊ അതിനെ ഒരു വില്ലേജ് എടുത്തിട്ട് അതിനൊരു കഥ പറയുമ്പോൾ എല്ലാവരും അത് കണക്ട് ആവുന്നുണ്ട്. ആ സിനിമ നാച്ചുറലി ഒരു വിന്നറാണ്. അപ്പൊ അങ്ങനെ അപ്പൊ ഹോം എന്ന് പറയുന്നതിന്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഉണ്ട് അതിന്. യു വിൽ റിലേറ്റ് ടു എനി ക്യാരക്ടർ. അപ്പൊ അങ്ങനെ പിന്നെ നമ്മുടെ വീട് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു സാധനം
ഓക്കെ. അതാണ് ആ ഹോമിന്റെ വിജയം. നമ്മൾ ഇത്രയും പടങ്ങൾ ചെയ്തല്ലോ, ഈ ഒരു ഫുൾ താങ്കളുടെ ഒരു ജേണി അല്ലാന്നുണ്ടെങ്കിൽ ഒരു കരിയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷനും നമുക്ക് എടുക്കാം. എവിടെയെങ്കിലും റിഗ്രറ്റ് ഉണ്ടോ? അതായത് ഈ ഒരു കാര്യം ഞാൻ ചെയ്യേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു പടത്തിന്റെ ഭാഗമാവേണ്ടിയിരുന്നില്ല, അങ്ങനെ എന്റെ ഒരു സിനിമയെ ഞാൻ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞില്ലേ, അത് ചെയ്യേണ്ടിയിരുന്നില്ല. അത് ഇപ്പൊ തീർപ്പ് എന്ന് പറയുന്ന സിനിമ ചെയ്യേണ്ടിയിരുന്നില്ലെന്നല്ല, അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ അതിന് ഉണ്ടാവാൻ പാടില്ലായിരുന്നു, അത് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളത്. അത് നമ്മുടെ പ്ലാൻ പ്രകാരം അത് OTT-യിലൂടെ ഇറക്കേണ്ട പടം OTT-യിലൂടെ തന്നെ ഇറങ്ങണം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിസൾട്ട് വരികയും അത് നമുക്ക് ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുണ്ട്. പിന്നെ ചില സിനിമകൾ വിടേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുള്ള സിനിമകൾ നമുക്ക്, പക്ഷെ അതും നമ്മുടെ ലൈഫിന്റെ ഭാഗമാണ്. വിട്ടുപോയിട്ട് പിന്നെ ഒരുപാടുണ്ട്. അത് പെട്ടെന്ന് ഓർത്ത് വരികയാണെങ്കിൽ ഓം ശാന്തി ഓശാന നമ്മൾ ചെയ്യാനിരുന്ന സിനിമയാണ്. ഓൾമോസ്റ്റ് അത് വേറെ ചില കാരണങ്ങൾ കൊണ്ട് വിട്ടുപോകുന്നത്. ജയ 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 ഹേ ഒരുപാട് നാളെന്റെ ടേബിളിൽ ഇരുന്നത് വിപിൻ ഒരുപാട് വന്ന് ഡിസ്കസ് ചെയ്യും. അത് പക്ഷെ അത് അവര് ചെയ്തുകൊണ്ടാണ്. ഇപ്പൊ ബേസിലും ചിയാസ് എന്റർടൈൻമെന്റ് ചെയ്തുകൊണ്ടായിരിക്കാം അത് അങ്ങനെ ആയത്. ചിലപ്പോ ഞാൻ ചെയ്താൽ ചിലപ്പോ അങ്ങനെ ആയിരിക്കില്ല. അപ്പൊ അതിന്റെ ഡെസ്റ്റിനി അതാണ്. അതുകൊണ്ട് ഞാൻ വിപിനോട് പറയടോ, ചേട്ടാ അത് ഇപ്പൊ ചെയ്യേണ്ടിയിരുന്നത് അല്ല, അത് ഇത് ഞാൻ ചെയ്യാത്തത് കൊണ്ടാണ് ആ പടം ഇങ്ങനെ ആയത്. ഞാൻ ചെയ്തിരുന്നത് ചിലപ്പോ ഇങ്ങനെ ആവുമായിരുന്നില്ല. ആ സിനിമയുടെ ഡെസ്റ്റിനി അതാണ്. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കേണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. സോ ബാക്ക് ടു ആട് 3 നമ്മൾ കുറേ സംസാരിച്ചു. ഓക്കെ. അപ്പോ പ്രേക്ഷകരോട് സോ വാട്ട് യു വാണ്ട് ടു സേ, ലൈക്ക് യു നോ ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് കണ്ടു നിൽക്കുന്ന ആൾക്കാർ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പടമാണ്. സഹായിക്കണം, ആരും കുറ്റം പറയരുത്, എല്ലാവരും കണ്ട് എൻജോയ് ചെയ്തോണം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഞാനൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല കൊമേഴ്ഷ്യൽ എന്റർടൈനർ ആണ്. എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ആടിലെ ക്യാരക്ടേഴ്സിനെ എല്ലാവർക്കും ഇഷ്ടമാണ്, അതല്ലേ? ആടിലെ ക്യാരക്ടേഴ്സിനെ എല്ലാവരും ഇഷ്ടമാണ്. അപ്പം ഞാൻ ആട് 2 എടുക്കാനുണ്ടായ റീസൺ തന്നെ നമ്മൾ ആ ഇന്നർ നമ്മുടെ അണ്ടർ കറണ്ട് അല്ലേ, അതായത് നമ്മളിപ്പം സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ആളുകൾ അതേപോലെ ഡ്രസ് ചെയ്യുന്നു, അതേ ഡയലോഗ്സ് പറയുന്നു. അപ്പം ആ ക്യാരക്ടേഴ്സിനെ ആളുകൾ ഇഷ്ടപ്പെട്ടു. എന്തോ ഒരു സാധനം ആട് 1-ൽ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടായിരിക്കും അത് വർക്കാവാഞ്ഞത്. അപ്പൊ അതേ ക്യാരക്ടേഴ്സിനെ എടുത്ത് നല്ലൊരു സ്റ്റോറിയിലൂടെ എല്ലാം കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് വർക്കാവും എന്നുള്ള അതേ ഫോർമാറ്റ് തന്നെയാണ് ഇവിടെ. ആ ക്യാരക്ടേഴ്സിനെ എടുത്ത് നമ്മൾ നല്ലൊരു സ്റ്റോറി ഉണ്ടാക്കിയിരിക്കുന്നു. പക്ഷെ ഇതിനകത്തുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് വേറൊരു പ്ലോട്ടും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. അത് റിസ്ക് എലമെന്റ് ആണെന്ന് പറയത്തില്ല. നേരത്തെ പറഞ്ഞല്ലേ ചേഞ്ച് നിനക്ക് ചേഞ്ച് വേണം, ചേഞ്ച് വരുമ്പോ എന്ന് പറയുന്ന പോലെ ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. ടൈം ട്രാവലിന്റെ കാര്യം പറയില്ല. ടൈം ട്രാവൽ എന്താണ്? ഓക്കെ. അപ്പൊ ഇതിനകത്ത് എന്താണ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് വരുന്നത്, ടൈം ട്രാവൽ ഉണ്ടോ ഇല്ലയോ, ഈ ക്യാരക്ടേഴ്സ് ഒക്കെ എങ്ങനെയാണ് ഈ ഡിഫറെന്റ് ടൈം ലൈൻസിൽ വരുന്നത് എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം, അല്ലെ? അപ്പോ വി ആർ ഈഗർലി വെയിറ്റിംഗ് ഫോർ ദ മൂവി. ഒരു മൈൽ സ്റ്റോൺ ആവട്ടെ. അതെ. ഓക്കെ. സോ സീരിയസ്ലി കേട്ടോ, അതൊരു മൈൽ സ്റ്റോൺ ആവട്ടെ. അപ്പോ എന്താ പറയാ, ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഓൺ ബിഹാഫ് ഓഫ് എവരിവൺ. ലൈക്ക് മൂവി സക്സസ് തന്നെ ആവട്ടെ. ആൻഡ് നമ്മളും കട്ട വെയിറ്റിംഗ് ആണ്. എല്ലാരും ഉറപ്പായിട്ട് തിയേറ്ററിൽ പോയി തന്നെ കാണണം എന്ന് പറയാൻ ആവശ്യമൊന്നുമില്ല. 2-3 വട്ടം. യെസ്. അപ്പോ എത്ര രൂപ? സോ താങ്ക് യു.